നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇന്ത്യ വിരുദ്ധത പറയുകയും ഓപ്പറേഷൻ സിന്ദൂരിനെ കളിയാക്കുകയും ചെയ്യുന്ന പാക് ക്രിക്കറ്റ് കളിക്കാരൻ ഷാഹിദ് അഫ്രീദിയെ സ്വീകരിച്ചാനയിച്ച് ദുബായിലെ മലയാളി സംഘടനയായ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലുമിനി അസോസിയേഷൻ എന്ന ക്യൂബ വിദേശത്തിരുന്ന് ഇന്ത്യ വിരുദ്ധതയുടെ ഏജന്റുമാരായി. അഫ്രീദി ഇന്ത്യക്കെതിരെ നടത്തിയ പരിഹാസങ്ങൾ ഇവ അറിഞ്ഞിട്ടില്ലേ? പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യ ഉൽപ്പാദിപ്പിച്ചതാണെന്നും ഇന്ത്യയിൽ ഒരു പടക്കം പൊട്ടിയാൽ പോലും പിന്നിൽ പാകിസ്ഥാനാണെന്ന് പറയുമെന്ന് പരിഹസിച്ചതും കേട്ടിട്ടില്ലേ? പാക് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്ത ശേഷം അഫ്രീദി പറഞ്ഞത് സാധാരണക്കാരെ ഇന്ത്യ കൊലപ്പെടുത്തിയെന്നാണ്. വെടിനിർത്തലിന് ശേഷം പാകിസ്ഥാൻ വിജയിച്ചെന്ന് അവകാശപ്പെട്ട് കറാച്ചിയിൽ റാലി നടത്തിയതും ഇതേ അഫ്രീദി. ഇന്ത്യക്കെതിരെ വിഷം തുപ്പുന്ന മുൻ ക്രിക്കറ്റ് താരത്തെ വേദിയിൽ വിളിച്ചു വരുത്തി ഉപഹാരം നൽകുമ്പോൾ ഈ ആരാധകർ അറിഞ്ഞില്ലേ രാജ്യത്തിന് വിരുദ്ധമായ കാര്യമാണ് ചെയ്യുന്നതെന്ന്? പാസ്പോർട്ട് റദ്ദാക്കി നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമായതോടെ അഫ്രീദി വിളിക്കാതെ വന്നതാണെന്ന വിചിത്ര ന്യായവും. പാകിസ്ഥാൻ ആർമിയുടെ പോസ്റ്റർ ബോയിയായ അഫ്രീദിയെ ആദരിച്ച മലയാളി സംഘടനയെ പാകിസ്ഥാൻ ആഘോഷിക്കുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ഇന്ത്യ വിരുദ്ധരെ വെള്ള പൂശുന്നവർക്കെതിരെ നടപടി വേണ്ടേ? ഡിബേറ്റിൽ ശ്രീ ശ്രീജിത് പണിക്കർ, ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ മോഹൻ വർഗീസ്, ശ്രീ രഘുനാഥ് നായർ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ മോഹൻ വർഗീസ്. ഷാഹിദ് അഫ്രീദി പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം തുടരെ ഇന്ത്യക്കെതിരായിട്ട് വർത്തമാനം പറയുന്ന ആളാണ്. ഓപ്പറേഷൻ സിന്ദൂരിനെ പരിഹസിച്ചയാളാണ്. അഫ്രീദിയെ ഒരു വേദിയിൽ വിളിച്ചു വരുത്തി ആദരിക്കുക എന്ന് പറയുമ്പോൾ അത് ഇന്ത്യ വിരുദ്ധത തന്നെയല്ലേ? കേവലം യാദൃച്ഛികം എന്ന് പ്രഥമദൃഷ്ട്യാ തോന്നാവുന്നതും എന്നാൽ ഒന്നുകൂടി ആഴത്തിൽ ആലോചിക്കുമ്പോൾ അതിൽ ഇന്ത്യ വിരുദ്ധത ഉൾപ്പെടുന്നതുമായ ഒരു എപ്പിസോഡാണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. ഇവിടെ ശ്രീ മഞ്ജുഷ്, ഒരു ഔചിത്യ ബോധം എന്നൊരു കാര്യമുണ്ട്. ആരാണ് ഷാഹിദ് അഫ്രീദി എന്നും അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രസ്താവനകൾ, ഇന്ത്യ വിരുദ്ധമായ പ്രസ്താവനകൾ എന്ത് എന്നും അറിയാൻ വയ്യാത്ത ആളുകളല്ല ക്യൂബയുടെ ആളുകൾ. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അസോസിയേഷൻ, അലുമിനി അസോസിയേഷൻ, അതിൻ്റെ ആളുകൾ നല്ല എക്സ്പോഷറുള്ള ആളുകളാണ്. അവർക്ക് അഫ്രീദി ആരാണെന്നറിയാം, അഫ്രീദിയുടെ ക്രിക്കറ്റിംഗ് പാസ്റ്റ് എന്താണെന്നറിയാം. അത് മാത്രമല്ല, അഫ്രീദി അടുത്ത കാലത്ത് നേരത്തെ ഇവിടെ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ വിരുദ്ധമായ, ഇന്ത്യ റെഡിക്യൂൾ ചെയ്യുന്ന പ്രസ്താവനകൾ നടത്തിയ ഒരു ചരിത്രവും അറിയാതെയല്ല. സമീപകാല സംഭവങ്ങളാണ്. ഇപ്പോഴും അഫ്രീദി ഇന്ത്യയെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓപ്പറേഷൻ സിന്ദൂരിനെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നയാളാണ്. അപ്പോൾ ഈ ഒരു സെലിബ്രിറ്റിയെ കാണുമ്പോൾ എല്ലാം മറന്ന് സെലിബ്രിറ്റിയെ തോളിൽ വെച്ച് നടക്കുന്ന മലയാളിയുടെ ഒരു സ്വഭാവം, അല്ലെങ്കിൽ മറുനാടൻ മലയാളികൾ ചിലരെങ്കിലും, എല്ലാവരുടെയുമല്ല ചിലരുടെയെങ്കിലും ആ സ്വഭാവം, അതെത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇത് പാകിസ്ഥാനിലെ മാധ്യമങ്ങളിൽ ചിലത് ആഘോഷിക്കുകയാണ്. പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നു എന്ന് മാത്രമല്ല, അവിടെ പാകിസ്ഥാന്റെ നിലപാടിനെ ഇന്ത്യൻ സമൂഹം അംഗീകരിച്ചു. അതായത് സർക്കാർ എടുക്കുന്ന നിലപാടിന് വിരുദ്ധമായി, ഇന്ത്യയുടെ സർക്കാർ എടുക്കുന്ന നിലപാടിന് വിരുദ്ധമായാണ് ഇന്ത്യൻ സമൂഹം പ്രവർത്തിക്കുന്നത് എന്നാണ് അവിടുത്തെ മാധ്യമങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഷഹീദ് അഫ്രീദി ഇന്ത്യക്കെതിരെ പറയുമ്പോൾ ആ അഫ്രീദിയെ വിളിച്ചു വരുത്തി സ്വീകരിച്ച് ആനയിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇന്ത്യൻ സമൂഹം അഫ്രീദിയെ അംഗീകരിച്ചു, പാകിസ്ഥാനെ അംഗീകരിച്ചു എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതേ രീതിയിലുള്ള വാർത്തകളാണ് പാക് മാധ്യമങ്ങളിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു നറേറ്റീവാണ് പാകിസ്ഥാൻ കൊടുക്കുന്നത്. അത് മാത്രമല്ല, മറ്റൊരു നറേറ്റീവ് കൊടുക്കുന്നുണ്ട്, അത് അഫ്രീദി തന്നെ കൊടുക്കുന്നതാണ്. ഇന്ത്യ ഒരു പക്ഷേ ഇങ്ങനെയൊക്കെയാണ്, പക്ഷേ കേരളം അങ്ങനെയല്ല. അപ്പോൾ കേരളത്തെ മാത്രം മാറ്റി നിർത്തി കേരള സമൂഹം, പക്ഷേ മൊത്തത്തിൽ മാധ്യമങ്ങൾ ഇന്ത്യ എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ ഒരു ഭാഗമാണല്ലോ കേരളം സംസ്ഥാനം. ആ സംസ്ഥാനത്തെ ഒരു സംഘടന, ഒരു അലുമിനി, ഒരു യൂണിവേഴ്സിറ്റിയുടെ അലുമിനി ഓർഗനൈസേഷൻ, അതിലെ തന്നെ ദുബായ് ചാപ്റ്റർ, പക്ഷേ അതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു അസോസിയേഷൻ കുസാറ്റിന്റെ അണ്ടറിൽ ഇല്ല, കുസാറ്റിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു അലുമിനി അസോസിയേഷൻ അല്ല എന്ന് അല്പസമയം മുമ്പ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ സംഘടനയുടെ ഭാഗത്ത് നിന്ന് തലയും മാലും ഒന്നും ഇല്ലാത്തൊരു പ്രസ്താവന വന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ഇത് മനഃപൂർവ്വം ചെയ്തതല്ല, 25-ാം തീയതി നടന്നൊരു ചടങ്ങാണ്, അതിങ്ങനെയൊന്നും അല്ല വിചാരിച്ചത്, ക്ഷണം ഞങ്ങൾ ഔപചാരികമായി കൊടുത്തതല്ല. ക്ഷണം ഔപചാരികമായി കൊടുത്താലും ഇല്ലെങ്കിലും ഷാഹിദ് അഫ്രീദി അതുപോലെ ഉമർ ഗുൽ, ഈ രണ്ടുപേരും അറിയാമേത്തവരല്ലോ, ഇവർക്കെല്ലാം അറിയാവുന്നവരാണ്. അവർ വന്നപ്പോൾ എത്രയോ ആവേശമായിരുന്നു അവിടെ. ഉടനെ മൈക്ക് കൈമാറുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നു, വേദിയിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു, സെൽഫി എടുക്കുന്നു, ആകെ ഒരു മേളമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം
ഒരു പക്ഷേ കേരളത്തിന് പുറത്ത് ചെന്നാൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യക്കാർ ചെല്ലുമ്പോൾ അവിടെ പാകിസ്ഥാൻകാരെന്നോ ഇന്ത്യക്കാരെന്നോ വ്യത്യാസമൊന്നുമില്ല, അവർക്ക് അവിടെ രാഷ്ട്രീയമില്ല എന്നൊക്കെ പറയുമ്പോഴും ഇത് അമേരിക്കയല്ലെന്ന് ഓർക്കണം. അമേരിക്കയിൽ ചെല്ലുന്നവർ പലരും അവിടെ പൗരത്വം എടുത്ത് അമേരിക്കൻ സിറ്റിസൺസ് ആകുന്നവരാണ്. അവർ ചെയ്യുന്നത് പോലെയല്ല, ഇന്ത്യൻ പൗരത്വം നിലനിർത്തിക്കൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് UAE-യിൽ ദുബായിൽ ചെല്ലുന്നവർ അവർ ഇന്ത്യൻ പൗരന്മാർ തന്നെയാണ്. അവിടെ ഇന്ത്യ എടുക്കുന്ന ചില നിലപാടുകൾ, പ്രത്യേകിച്ച് ഈ മുറിവ്, പഹൽഗാമിൻ്റെ മുറിവ് ഉണങ്ങിയിട്ടില്ലെന്ന് ഓർക്കണം. അത് മാത്രമല്ല, പാകിസ്ഥാന്റെ ഭീകരതയ്ക്കെതിരെ ഇന്ത്യ ലോക രാജ്യങ്ങളെ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള സംഘം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് പാക് ഭീകരത ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ഇന്ത്യക്കാരായ ആളുകൾ അവിടെ ദുബായിൽ ഇന്ത്യ വിരുദ്ധത മാത്രം ആയുധമാക്കുന്ന വിഷം തുപ്പുന്ന ഷാഹിദ് അഫ്രീദിക്ക് സ്വീകരണം ഒരുക്കിയത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ശ്രീ രാഹുൽ ഈശ്വർ, പക്ഷേ താങ്കളുടെ ഒരു വീഡിയോ കണ്ടിരുന്നു. ഈ പറയുന്ന ചെയ്തികൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് എങ്ങനെ ന്യായീകരിക്കാൻ താങ്കൾക്ക് കഴിയുന്നു? ശ്രീ മഞ്ജുഷ്, മേക്കിംഗ് മൗണ്ടൻ ഔട്ട് ഓഫ് എ മോൾ ഹിൽ എന്നൊരു ഇംഗ്ലീഷ് പ്രയോഗമുണ്ട്. അതായത് ഇല്ലാത്തൊരു വിഷയത്തെ ഊതി വെറുപ്പിച്ച് അത് വലിയ വിഷയമാണെന്ന് പറയുക. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? നമ്മുടെ മലയാളി, കേരളത്തിലെ ക്യൂബ എന്ന് പറഞ്ഞ അസോസിയേഷൻ അവരൊരു പരിപാടി നടത്തിയപ്പം തൊട്ടപ്പുറത്തെ പരിപാടിക്ക് ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുള്ളും ഗസ്റ്റായി വന്നു. ഇവരങ്ങോട്ട് പോയി വിളിച്ചായിരിക്കണം കേട്ടോ, ഇല്ല ഷാഹിദ് അഫ്രീദി ഒന്നും വരില്ല. ഇപ്പോൾ ഈ മീഡിയയുടെ ഇത്രയും വിവാദം ഉണ്ടായത് കാരണം അവർ മാറ്റി പറയുന്നതാണ്, ഞങ്ങൾ അറിഞ്ഞില്ല, വിളിച്ചില്ല, ഷാഹിദ് അഫ്രീദി സ്വന്തമായിട്ട് വന്നതൊന്നും ആയിരിക്കില്ല. അതിപ്പോൾ അവർ മാറ്റി പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, എന്തെങ്കിലും രീതിയിലുള്ള പേടി കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള മാധ്യമ ആക്രമണം ഉണ്ടാകുമെന്നോ വിചാരിച്ചാൽ. ഈ ഷാഹിദ് അഫ്രീദിയുടെ കൂടെ നടക്കുന്ന വെള്ള ഷർട്ടിട്ട ഒരാളുണ്ട്, പുള്ളി മുസ്ലിമും അല്ല, പുള്ളി ഹിന്ദുവാണ്. ഞാൻ പുള്ളിയോട് സംസാരിച്ചിരുന്നു. ഇവരുടെ പരിപാടിക്ക് കഴിഞ്ഞ തവണ ഞാൻ ദുബായ് പോയിരുന്നു. സാധാരണ തിരുവനന്തപുരത്ത് CT പഠിച്ച മുസ്ലിം എന്നുള്ള വേർതിരിവൊന്നുമില്ല. ഷഹീദ് അഫ്രീദി എന്നുള്ളത് ഇന്ത്യ വിരുദ്ധനാണ്, ഇന്ത്യക്കെതിരെ നിലപാടെടുക്കുന്നയാളാണ്, വിഷം തുപ്പുന്നയാളാണ്. അങ്ങനെ ഒരാളെ ഹിന്ദുവാണോ മുസ്ലിമാണോ സ്വീകരിച്ചത് എന്നൊന്നും പറഞ്ഞ് വിഷയം ആ വഴിക്ക് കൊണ്ടുപോകരുത്. ആരാണ് സ്വീകരിച്ചത് എങ്കിലും രാജ്യവിരുദ്ധമായ നിലപാടാണ് എടുത്തത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് മഞ്ജുഷിന് എങ്ങനെ മനസ്സിലായി അത് രാജ്യവിരുദ്ധ നിലപാടാണെന്ന്? പിന്നെ എങ്ങനെയാണ് ഇന്ത്യയുടെ നിലപാട് എന്താണ്? ഇന്ത്യയുടെ നിലപാടിനെതിരെ സംസാരിക്കുന്ന ആളുകളാണ്. അല്ലല്ല, അങ്ങനെ പറഞ്ഞു ഒഴിയാൻ പറ്റില്ല. സഞ്ജയ് റാവത്ത് ഓപ്പറേഷൻ സിന്ദൂർ ഫെയിലിയർ ആണെന്ന് പറഞ്ഞില്ലേ? സഞ്ജയ് റാവത്തിനെ ജയിലിലിട്ടോ. സഞ്ജയ് റാവത്ത് ഇന്ത്യക്കകത്ത് തന്നെ ഓപ്പറേഷൻ സിന്ദൂർ ഫെയിലിയർ ആണ്, രാജ്യവിരുദ്ധമായ നിലപാടാണ് എടുത്തത്. രാജ്യത്തിന്റെ നിലപാടിന് വിരുദ്ധമാണ്. അല്ല, ഓപ്പറേഷൻ സിന്ദൂർ വിജയമാണെന്നാണ് എന്റെ അഭിപ്രായം. വേറൊരാൾക്ക് അത് ഫെയിലിയർ ആണെന്ന് പറയാനുള്ള അവകാശമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂരിനെ പരിഹസിച്ച് ഇന്ത്യക്കാരനല്ലാത്ത ഒരാൾ, ഷഹീദ് അഫ്രീദി എന്ന് പറയുന്ന ഭാരതീയനല്ല, പാകിസ്ഥാൻകാരനാണ്. ഷഹീദ് അഫ്രീദി തുടർച്ചയായിട്ട് ഇന്ത്യയെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരാളെ വിളിച്ച് സൽക്കാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് രാജ്യവിരുദ്ധത തന്നെയാണ്. അതിനുള്ള ഔചിത്യം ഉണ്ടായിരിക്കണം ഈ മലയാളി സംഘടനയ്ക്ക്. അതിനെ നമ്മൾ എതിർത്താ പോരെ? അതിനെയാണ് എതിർത്തത്. പാകിസ്ഥാൻ അല്ലല്ല, ഷാഹിദ് അഫ്രീദി പാകിസ്ഥാൻ വിജയിച്ചു എന്ന് പറഞ്ഞ ഒരു മണ്ടത്തരം കാണിച്ച് അവിടെ ഒരു യാത്ര നടത്തി. ഷാഹിദ് അഫ്രീദി കപട ദേശീയവാദിയാണ് അവിടെ. അതായത് പാകിസ്ഥാനാണ് തോറ്റതെന്നും ഇന്ത്യക്കാണ് മേൽക്കൈ കിട്ടിയെന്നും ലോകത്തിൽ എല്ലാവർക്കും അറിയാം. പാകിസ്ഥാൻ പ്രധാനമന്ത്രി പോലും അംഗീകരിക്കുന്നുണ്ട്, ഞങ്ങളുടെ വിമാനങ്ങളെ അനങ്ങാൻ സമ്മതിച്ചില്ല, ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ തകർത്തു എന്ന്. പക്ഷേ പാകിസ്ഥാനിൽ കപട ദേശീയവാദം പറഞ്ഞ് ഞങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞ് അഫ്രീദി റാലി നടത്തുന്ന അതേ മനോഭാവമാണ് ഇന്ത്യയിൽ. അഫ്രീദി ഒരു പരിപാടിക്ക് വന്നു എന്ന് പറഞ്ഞ് ആ വിളിച്ച മലയാളികളെല്ലാം ഒറ്റുകാരാണ്, രാജ്യദ്രോഹികൾ എന്ന് പറയുന്നത്. അവിടുത്തെ പാവപ്പെട്ട മലയാളികളാണ്. അപ്പുറത്തൊരു സെലിബ്രിറ്റി വന്നു, സാർ നമ്മുടെ അവിടെ കൂടെ ഒന്ന് തല കാണിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു, വന്നിട്ട് പോയി. ഇന്ത്യ ഈ സ്കിർമിഷിൽ അല്ലെങ്കിൽ ഇന്ത്യ ഈ യുദ്ധത്തിലോ താൽക്കാലിക യുദ്ധത്തിലോ ഇന്ത്യ വിജയിച്ചു. ആ വിഷയം അവിടെ തീർന്നു. ഇനി ജീവിതകാലം മുഴുവൻ ഏത് വിഷയം തീർന്നു എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? പാക് ഭീകരതയ്ക്കെതിരെ ഇന്ത്യ സന്ധിയില്ലാത്ത പോരാട്ടത്തിലാണ്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാകും. ഇവിടെ രാഷ്ട്രീയ കക്ഷി ഭേദമില്ലാതെ രാജ്യത്തിന്റെ നിലപാട് വിദേശ രാജ്യങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നിങ്ങൾ പറയുന്ന ആ വിഷയം അവിടെ തീർന്നു എന്ന്. ഏത് വിഷയം എവിടെ തീർന്നു? അഫ്രീദി എന്ന് പറയുന്നത് പാകിസ്ഥാൻ സർക്കാരിനും പാകിസ്ഥാൻ ആർമിക്കും ഒപ്പം നിന്ന് ഇന്ത്യ വിരുദ്ധത സ്വീകരിച്ചിട്ടുള്ള ആളാണ്. പാക് പോസ്റ്റർ ബോയിയാണ്, പാകിസ്ഥാൻ ആർമിയുടെ പോസ്റ്റർ ബോയിയാണ് ഷഹീദ് അഫ്രീദി. ഷഹീദ് അഫ്രീദി എന്ന് പറയുന്നത് ക്രിക്കറ്റ് താരം എന്ന രീതിയിലല്ല കാണേണ്ടത്, പാകിസ്ഥാൻ ആർമിയുടെ പോസ്റ്റർ ബോയിയാണ്. ബോംബെയിലെ നമ്മുടെ തീവ്രവാദ ആക്രമണം, 200ഓളം ഇന്ത്യക്കാർ മരിച്ച തീവ്രവാദ ആക്രമണം, അതിന് വർഷങ്ങൾക്ക് ശേഷമാണ് നരേന്ദ്രമോദിജി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുന്നത്. അദ്ദേഹം സമാധാന ദൗത്യവുമായി പാകിസ്ഥാനിൽ നവാസ് ഷെരീഫിനെ കാണാൻ പോവുകയും അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് സൽവാറും സാരിയും മേടിക്കുകയും അവരുടെ കാലിൽ തൊഴുകയും ചെയ്യുന്നത്. വിഷയം കഴിഞ്ഞു, വിഷയം തീർന്നു. നമ്മളൊരു ആക്ഷൻ ഉണ്ടായി, നമ്മുടെ ഭാഗത്തു നിന്ന് റിയാക്ഷൻ ഉണ്ടായി, നമ്മൾ വിജയിച്ചു. കാണുന്ന പാകിസ്ഥാനികളെല്ലാം അതുകൊണ്ട് നമ്മൾ വരുന്ന വഴി താങ്കൾക്ക് മനസ്സിലാകാത്തതുകൊണ്ട്
എന്തുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല? പാകിസ്ഥാനിൽ അത് കഴിഞ്ഞ് ഈ സമീപകാലത്ത് ഈ 2-3 ദിവസം മുൻപും ഹാഫിസ് സയ്യിദിന്റെ മകൻ അവിടുത്തെ പാക് മന്ത്രിയുമായി വേദി പങ്കിട്ട് ഇന്ത്യ വിരുദ്ധത പ്രകടിപ്പിക്കുന്നത് താങ്കൾ കേട്ടില്ലേ? അത് മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂർ അല്ലല്ല, പാകിസ്ഥാന്റെ ഭീകര ക്യാമ്പുകൾക്ക് നേരെ ഇനിയും ആക്രമണം ഉണ്ടാകും, ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ശബ്ദിച്ചാൽ, എന്തെങ്കിലും നിലപാടെടുത്താൽ എന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഷാഹിദ് അഫ്രീദിയെ സ്വീകരിച്ചാനയിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് താങ്കൾ പറയുന്നു. ശ്രീ പണിക്കർ, താങ്കൾക്ക് അനുകൂലിക്കാൻ പറ്റുന്നുണ്ടോ രാഹുലിന്റെ നിലപാടിനെ? അനുകൂലിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, രാഹുലിന്റെ നിലപാട് യാതൊരു വിധത്തിലുള്ള സ്ഥിരതയും ഉള്ളതല്ല. അത് ഇന്ത്യക്കാർക്ക് സ്വീകരിക്കാൻ കഴിയാത്തൊരു നിലപാടാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം ചോദിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സ്കെർമിഷ് ഉണ്ടായിരുന്നു, അത് നമ്മൾ ജയിച്ചു, അതോടുകൂടി അതവിടെ കഴിഞ്ഞു എന്നാണ്. ആ കഴിഞ്ഞു എന്ന് അദ്ദേഹത്തിന് അസ്യൂം ചെയ്യാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, അദ്ദേഹം ഇപ്പോഴും കാണുന്നത് ഷഹീദ് അഫ്രീദിയെ പഴയ ഒരു സ്വാഷ് ബക്ലിംഗ് ക്രിക്കറ്ററായിട്ടാണ്. അഫ്രീദിയുടെ ക്രിക്കറ്റ് സ്കില്ലിനെ പറ്റിയിട്ടുള്ള ഒരു ഡിബേറ്റ് അല്ല ഇത്. അഫ്രീദി എത്ര മികച്ച കളിക്കാരനായിരുന്നു എന്നുള്ള ഒരു ഡിബേറ്റ് അല്ല. ഇന്ത്യയുമായി കളിക്കുന്ന സമയത്ത് ഇന്ത്യക്ക് വലിയ തലവേദന ഉണ്ടാക്കിയ താരവുമാണ്. അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം രാഹുൽ ഈശ്വർ പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഷഹീദ് അഫ്രീദി പെർസോണ നോൺ ഗ്രാറ്റയാണ്. അദ്ദേഹം ഇന്ത്യയിൽ ഒരു അൺവെൽക്കം പേഴ്സൺ ആണ്. മറ്റുള്ള പാകിസ്ഥാനികളെ പോലെ അദ്ദേഹത്തിന്റെ വീസ സ്റ്റാൻഡ്സ് റിവോക്ഡ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഇന്ത്യയിൽ പ്രവേശിക്കാനുള്ള അനുമതിയില്ല. 2, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ഇന്ത്യ വിരുദ്ധമായതുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രത്യേകമായിട്ടുള്ള ലീഗൽ നിർദ്ദേശങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ്ലി ഇന്ത്യൻ ISPകളിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴും അത് തുടരുകയാണ്. അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ട് രാഹുൽ ഈശ്വർ ഒന്ന് എടുത്ത് നോക്കൂ, ആക്സസ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് എടുത്ത് നോക്കൂ, ആക്സസ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഇത് ഇന്ത്യൻ ഗവൺമെന്റ് കൃത്യമായിട്ട് ഈ സോഷ്യൽ മീഡിയ സ്ഥാപനങ്ങൾക്കെല്ലാം ലീഗലായിട്ടുള്ള ഒരു റിക്വയർമെന്റ് കൊടുത്തു. ഇപ്പൊ രാഹുൽ ഇന്ന് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാണുന്നത് ഒരു ലീഗൽ ഡിമാൻഡ് കാരണം ഇന്ത്യയിൽ ഇത് ബ്ലോക്ക്ഡ് ആണ് എന്നാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് അങ്ങനെയുള്ള ഇന്ത്യ വിരുദ്ധത പറഞ്ഞിരുന്ന കുറേയധികം ആൾക്കാരുടെ അക്കൗണ്ടുകൾ ഇന്ത്യയിൽ നിന്ന് ബാൻ ചെയ്തിരുന്നു. അങ്ങനെ ഇന്ത്യയിൽ ടോട്ടലി അൺവെൽക്കം ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷാഹിദ് അഫ്രീദി. ഇനി എന്തുകൊണ്ടാണ് ഷാഹിദ് അഫ്രീദി അൺവെൽക്കം ആകുന്നത്? എന്തുകൊണ്ടാണ് ഒരു ലീഗൽ ഡിമാൻഡ് ഇന്ത്യൻ ഗവൺമെന്റ് റേസ് ചെയ്തതിനുള്ള കാരണം? ഇന്ത്യയുടെ സൈന്യത്തിനെ പറ്റി പാകിസ്ഥാനിലുള്ള സമ TV ഒരു അഭിമുഖം കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം ഉപയോഗിച്ച 2 വാക്കുകളുണ്ട്. ഒന്ന് ഇൻഎഫിഷ്യന്റ്, 2 യൂസ്ലെസ്. കാര്യപ്രാപ്തി ഇല്ലാത്ത സൈന്യമാണ് ഇന്ത്യക്കുള്ളത്, ഉപയോഗശൂന്യമായിട്ടുള്ള സൈന്യമാണ് ഇന്ത്യക്കുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞിരുന്ന ഏറ്റവും ആപൽക്കരമായിട്ടുള്ള പ്രസ്താവന, ഇന്ത്യയാണ് ടെററിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, പാകിസ്ഥാനല്ല, തീവ്രവാദം പ്രൊമോട്ട് ചെയ്യുന്നത് ഇന്ത്യയാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു വാദം. രണ്ടാമത്തെ, പഹൽഗാമുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇതേ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യക്കാർ അവരുടെ സ്വന്തം ആൾക്കാരെ കൊല്ലുന്നു എന്നിട്ട് പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നു എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് വെച്ചിട്ടല്ല, അദ്ദേഹം ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ഫെയിം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ത്യക്കെതിരെ നടത്തുന്ന പ്രസ്താവനകൾ കൊണ്ട് അദ്ദേഹം ഒരു പെർസോണ നോൺ ഗ്രാറ്റയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുന്നത്. അതല്ലാതെ അദ്ദേഹം കേവലം ഒരു പാകിസ്ഥാനി ആയതുകൊണ്ടോ അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ടോ ഒന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനെ സ്വീകരിച്ച് അവിടെ കൊണ്ടുപോയിരിക്കുന്ന ആളിന്റെ ജാതിയോ മതമോ ഒന്നും തന്നെ നമുക്ക് അറിയേണ്ടതില്ല. ഇപ്പൊ തന്നെ ഇതിന്റെ സംഘടനയുടെ നിലവിലെ ഭാരവാഹികളുടെ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അതിൽ മുസ്ലിങ്ങൾ മാത്രമാണ് ഉള്ളത്. അതിൽ പേരുകൊണ്ട് നമുക്ക് ക്രിസ്ത്യൻ ആണെന്നും ഹിന്ദു ആണെന്നും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന നിരവധിയായിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പൊ ഇതിൽ കളി, ക്രിക്കറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ക്രിക്കറ്റ് താരത്തിനോടുള്ള ആരാധന എന്ന് പറയുന്നത് കേവലം കളിയല്ല, അതിനെ കാര്യമായിട്ടാണ് ഡിപ്ലോമസിയുടെ കാര്യത്തിൽ നമ്മൾ കാണുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ബയലാറ്ററൽ സീരീസ് ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രാജ്യങ്ങൾ ടൂർ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ന്യൂട്രൽ വെന്യൂവിൽ മാത്രം ഏതെങ്കിലും ഒരു ടൂർണമെന്റിന്റെ ഭാഗമായിട്ട് മാത്രമേ കളിക്കുകയുള്ളൂ എന്ന് തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? കളിയെ കേവലം കളിയായി കരുതാൻ കഴിയാത്തത് കൊണ്ടാണ്. അപ്പൊ ഈ സമയത്ത് ഈ അഭിപ്രായം പറഞ്ഞിരിക്കുന്ന, പാകിസ്ഥാന് വേണ്ടി ഇന്ത്യക്കെതിരെ ഇന്ത്യൻ സൈന്യത്തിനെ, ഇന്ത്യൻ ജനങ്ങളെ, ഇന്ത്യൻ ഗവൺമെന്റിനെ ചീത്തപ്പെടുത്തുന്ന, ഇന്ത്യയിൽ ബാൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിനെ ഇവിടെയുള്ള കുറെ മലയാളികൾ ചേർന്നിട്ട് സ്വീകരിക്കുന്നു. ചേട്ടാ, ഞങ്ങളുടെ പരിപാടിക്ക് കൂടി ഒന്ന് വന്നിട്ട് പോകൂ എന്ന് രാഹുൽ പറയുന്നത് പോലെ അത്ര ലളിതമായിട്ട് നമുക്ക് കരുതാൻ കഴിയുന്ന ഒരു കാര്യമല്ല. രാഹുൽ പറഞ്ഞ മറ്റൊരു കാര്യം ഇന്ത്യയിൽ ഇരുന്ന് ഓപ്പറേഷൻ സിന്ദൂരിനെ വിമർശിക്കുന്നവർ ഉണ്ടല്ലോ, അതെല്ലാം ഇന്ത്യ വിരുദ്ധതയാണ്, രാജ്യവിരുദ്ധതയാണ്, ദേശവിരുദ്ധതയാണ് എന്നൊക്കെ പറയാൻ പറ്റുമോ എന്നാണ് ആ ചോദ്യവും രാഹുൽ ഉന്നയിച്ചിരുന്നു. അല്ല, നോക്കൂ, ഇന്ത്യയിൽ നിന്നിട്ട് ഒരാൾ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് അത് വിജയമാണോ അല്ലയോ എന്നുള്ളത് അയാളുടെ രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായിട്ട് വിലയിരുത്തുന്നത് പോലെ അല്ല ഇന്ത്യയിലുള്ള പട്ടാളക്കാർ ഇന്ത്യയിലുള്ള ആൾക്കാരെ തന്നെ കൊന്നതിന് ശേഷം, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മനുഷ്യർ ഇന്ത്യയിലുള്ള മറ്റു മനുഷ്യരെ കൊന്നതിന് ശേഷം പാകിസ്ഥാനെ ബ്ലെയിം ചെയ്യുകയാണെന്ന്. സഞ്ജയ് റൌട്ട് അതൊന്ന് പറയട്ടെ. അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ സിന്ദൂർ വിജയമാണോ ഇല്ലയോ എന്നൊക്കെ ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള വിലയിരുത്താം. പക്ഷേ ഈ രീതിയിൽ സഞ്ജയ് റൌട്ട് ഒന്ന് പറയട്ടെ, ഇന്ത്യൻ ഗവൺമെന്റ് ഓർക്കസ്ട്രേറ്റ് ചെയ്ത് ഇന്ത്യക്കാരെ പഹൽഗാമിൽ കൊന്നിട്ട് പാകിസ്ഥാനെ ബ്ലെയിം ചെയ്യുകയാണ് എന്ന ഷാഹിദ് അഫ്രീദിയുടെ സ്റ്റേറ്റ്മെന്റ്
സഞ്ജയ് റൌട്ട് ഒന്ന് പറയട്ടെ. പിന്നീട് അദ്ദേഹം സൂര്യപ്രകാശം കാണില്ല. അദ്ദേഹം നിരന്തരം അകത്ത് കിടക്കും. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അത് അങ്ങേയറ്റത്തെ ദേശദ്രോഹപരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ഞാൻ പറയുന്നത്, അത് പറയുന്ന ഒരാളിനെ ചേട്ടാ ഇവിടെ വരെ വന്നതല്ലേ, ഞങ്ങൾ അവിടെ വന്നിട്ട് ഒരു ചായയും കൂടെ കുടിച്ചിട്ട് പോകൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നത് അത്ര ലളിതമാണെന്ന് രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് എങ്കിൽ അത് അത്ര ലളിതമല്ല. എങ്ങനെയാണ് രാഹുൽ ലളിതമായിട്ട് താങ്കൾക്ക് പറയുവാൻ കഴിയുന്നത്? ഞാൻ കൃത്യം പറയാം. ആദ്യം ശ്രീജിത് ഭായിയോട് യോജിപ്പ് പറയാം. എക്സ് അക്കൗണ്ട് ബ്ലോക്ക്ഡ് ആണ്, യൂട്യൂബ് അക്കൗണ്ട് ബ്ലോക്ക്ഡ് ആണ്. പക്ഷേ ഷാഹിദ് അഫ്രീദിയുടെ വിസ ഉണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞു വെച്ചാണ് ഞാൻ ഇപ്പൊ ചെക്ക് ചെയ്തത്. വിസ ബ്ലോക്ക്ഡ് ആണെന്നുള്ള ഒരു ന്യൂസ് എവിടെയും ഇല്ല. അങ്ങനെ ഡെഫിനിറ്റീവ് ആയിട്ട് എവിടെയും ന്യൂസ് ഇല്ല. എല്ലാ വിസയും സ്റ്റാൻഡ്സ് ക്യാൻസൽഡ് ആണ് രാഹുൽ. എല്ലാ പാകിസ്ഥാൻ വിസകളും സ്റ്റാൻഡ്സ് ക്യാൻസൽ. അത് ഇന്ത്യയിലുള്ള പാകിസ്ഥാൻകാരോട് തിരിച്ചു പോകാൻ പറഞ്ഞതല്ലേ? അല്ല, പാകിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാർക്ക് എൻട്രി കിട്ടാം. അങ്ങനെ ഒരു എനിക്കറിയില്ല, അങ്ങനെ ഒരു വാർത്ത എന്തായാലും അവൈലബിൾ അല്ല. രണ്ട് ഞാനിപ്പം ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്താ പോരെ? നമുക്ക് എല്ലാം ഗ്രോക്കും ചാറ്റ് ജിപിടി ചെക്ക് ചെയ്താ പോരെ? ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയപ്പോ തന്നെ സകല പാകിസ്ഥാനികളുടെ ആയിക്കോട്ടെ, ഇങ്ങോട്ട് വരുന്നില്ലല്ലോ അവരാരും. നിർത്തി ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. രണ്ട്, ഷാഹിദ് അഫ്രീദി അടക്കമുള്ള ആൾക്കാരെ നമ്മൾ വെൽക്കം ചെയ്യുകയോ ഈ പാവപ്പെട്ട ഇവിടുത്തെ മലയാളികൾ ഇത്രയൊന്നും ചിന്തിച്ചിട്ടല്ലല്ലോ. അടുത്തൊരു പരിപാടിക്ക് അദ്ദേഹം വന്നു, ഇങ്ങോട്ട് വിളിച്ചു കയറ്റി 10 മിനിറ്റ് പരിപാടിക്ക് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ബിടെക് പഠിച്ചതിന് ശേഷമുള്ള ദുബായിലെ ഇന്ത്യൻ സമൂഹത്തെ പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന ഉണ്ടെന്നാണോ കരുതുന്നത്? ഇതിന്റെ പിന്നിൽ എന്തോ ചുമ്മാ വെറുതെ അതിലെ പോയ ഷഹീദ് അഫ്രീദി വെറുതെ നടന്നു വന്ന് കയറിയെന്നാണോ കരുതുന്നത്? ആണ്. ഷാഹിദ് അഫ്രീദി തൊട്ടപ്പുറത്തെ പരിപാടിക്ക് വന്നു. ഇവരിൽ പലരും എന്നോട് പറഞ്ഞത്, ഇപ്പൊ നാട്ടുകാരോടും പറയുന്നത്, ഞങ്ങൾ വിളിച്ചല്ല ഇങ്ങോട്ട് വന്നതെന്നാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, അത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവര് പോയി രാഹുലീശ്വർ, താങ്കളോട് അവർ പറഞ്ഞിരിക്കുന്ന നുണയാണെന്ന് താങ്കൾക്ക് ധാരണയുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവരെ മറ്റു കാര്യങ്ങളിൽ ന്യായീകരിക്കുന്നത്? കാരണം ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറയാണ്. അങ്ങോട്ട് പോയി ഇയാളെ വിളിച്ചതാണ്. ഈ മീഡിയ അപ്രോർ ഉണ്ടാകുന്നതുകൊണ്ട് അവരല്ല എന്ന് പറയുന്നു. അല്ലാതെ മീഡിയ അപ്രോർ എവിടെ ഉണ്ടായി? മീഡിയ റിപ്പോർട്ടിംഗ് ആണോ അപ്രോറോ ആക്രമണം? ഈ കാര്യങ്ങളെല്ലാം പാകിസ്ഥാൻ മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ്. ഇതൊക്കെ താങ്കൾക്ക് അറിയാവുന്നതാണ്. അല്ല, ഷഹീദ് അഫ്രീദി വന്ന ചടങ്ങെന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹത്തിന്റെ ഒരു ചടങ്ങിലേക്കാണ്. അവിടെ ഉപഹാരം സ്വീകരിച്ച് ആനയിക്കുമ്പോൾ അത് ആഘോഷിക്കുന്ന മാധ്യമങ്ങളും പാകിസ്ഥാൻ സർക്കാരുമാണ്. രാഹുൽ ഈശ്വർ, ഇന്ത്യയിൽ ഷാഹിദ് അഫ്രീദി ഇന്ത്യയിൽ അസ്വീകാര്യനാണ്, ഇന്ത്യക്കാർക്ക് അസ്വീകാര്യനാണ്, ഗവൺമെന്റിന് അസ്വീകാര്യനാണ്. അത് അറിയാത്ത ആൾക്കാരാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ബിടെക് പഠിച്ചതിന് ശേഷം ഇപ്പോ ദുബായിൽ പോയി താമസിക്കുന്നത്. അതേ പറഞ്ഞത്, അതറിയാത്ത ആൾക്കാരാണ്. അല്ല, അവരുടെ പാസ്പോർട്ട് ഇന്ത്യൻ ആണേ. ഗൾഫിൽ ഈ രാജ്യങ്ങളിലൊന്നും പൗരത്വം ഇല്ലല്ലോ. അവരവിടെ പോയിട്ട് ഞാൻ ചോദിക്കുന്നത് കേൾക്കൂ. അവിടെ ഇന്ത്യൻ പൗരത്വം ഇപ്പോഴുമുള്ള, ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്ന ഇവർ അവിടെ പോയതിനു ശേഷം ഇന്ത്യയുമായിട്ടുള്ള അഫ്രീദിയുടെ ബന്ധം എന്താണെന്നോ, ഇന്ത്യൻ ഗവൺമെന്റിനെ പറ്റി അഫ്രീദി പറഞ്ഞിരിക്കുന്നത് എന്താണെന്നോ, നമ്മുടെ സൈന്യത്തിനെ പറ്റിയും ജനങ്ങളെ പറ്റിയും പറഞ്ഞിരിക്കുന്നത് എന്താണെന്നോ, ഈ ഒരു സാഹചര്യത്തിൽ അഫ്രീദിയുടെ പ്രാധാന്യം എന്താണെന്നോ മനസ്സിലാക്കാത്ത മണ്ടന്മാരാണ് ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ബിടെക് പഠിച്ചിട്ട് അവിടെ പോയി ജോലി ചെയ്യുന്നത് എന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞാൽ അത് സമ്മതിക്കാൻ പറ്റില്ല. അതിന്റെ കൃത്യമായ മറുപടി, ഇത്രയൊന്നും കൂലങ്കഷമായി ചിന്തിക്കുകയോ ഈ രീതിയിൽ ഗൂഢാലോചനയിൽ ചിന്തിക്കുകയോ ഒന്നും ചെയ്തല്ല. രാഹുൽ പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ തെളിയിച്ചു തരാം. അല്ല, രാഹുൽ ഈശ്വർ പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ പറയാം. കാരണം അവരിറക്കിയിരിക്കുന്ന ആ പ്രസ്താവന നോക്കിയാൽ ഏപ്രിൽ 5-ന് ഈ പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് ഹാൾ അവർ ബുക്ക് ചെയ്യുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമായി ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഇല്ല എന്നവർ പറയുന്നു. പിന്നീട് ഏപ്രിൽ 22-നാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് അവർക്കറിയാം. അപ്പൊ അത് അറിഞ്ഞതിന് ശേഷം ഒരു പക്ഷേ വെന്യൂ മാറ്റാനായിട്ട് പോലും അവർ ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവർ പറയുന്നത് വേറെ വെന്യൂ ഈ റേറ്റിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ PAD-യിൽ ഇത് നടത്തുന്നത് പോലും അനൗചിത്യമാണ് എന്നുള്ള ഒരു തോന്നൽ അവരിൽ ആർക്കൊക്കെയോ ഉണ്ടായത് കൊണ്ടാണ്. എന്നിട്ടും അവർ ആ ഇവന്റ് ക്യാൻസൽ ചെയ്തില്ല, ആ ഇവന്റ് പോസ്റ്റ്പോൺ ചെയ്തില്ല. എന്നിട്ട് പാകിസ്ഥാനി ഓഡിറ്റോറിയം എന്ന് അറിയപ്പെടുന്ന ആ സ്ഥലത്ത് തന്നെ അത് നടത്തുകയും അവിടെ ഈ പോയിരിക്കുന്ന ഷാഹിദ് അഫ്രീദിയെ പോയി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രീജിത് ഭായ് ഒരു വരി വിട്ടു അവരുടെ പ്രസ്താവനയിൽ. അതിനുശേഷം ഡിപ്ലോമാറ്റിക് ടെൻഷൻസ് ഈസ് ചെയ്തപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് സൈനിക നടപടിയിൽ ഈസ് ചെയ്തിട്ടുണ്ട്. രാഹുലിനെ ഞാൻ വ്യക്തമാക്കി തരാം. രാഹുൽ വ്യക്തമാക്കാം. ഇല്ല ഡിപ്ലോമാറ്റിക് ബന്ധങ്ങളിൽ രാഹുൽ ഒരു സെക്കൻഡ്, രാഹുൽ അത് കേൾക്കൂ.
രാഹുൽ പറഞ്ഞത് തെറ്റാണ്. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എംബസിയിൽ ഒരു വലിയ റാം ഡൗൺ നടന്നു. 55 പേരിലധികം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 30 നമ്മൾ ആൾക്കാരെ റാം ഡൗൺ ചെയ്തു, പാകിസ്ഥാനും ചെയ്തു. 2, അവിടെ ഉണ്ടായിരുന്ന കീ പൊസിഷനുകളിൽ ഉണ്ടായിരുന്ന ആൾക്കാരെ മുഴുവനും നമ്മൾ തിരിച്ചു വിളിച്ചു, പാകിസ്ഥാനും അതുപോലെ ചെയ്തു. 3, പാകിസ്ഥാൻ ഷിംല കരാറിൽ നിന്ന് മാറിയിരിക്കുന്നത് നയതന്ത്രപരമായിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റി അബയൻസിൽ വെച്ചിരിക്കുന്നതിൽ നിന്ന് നമ്മളും മാറിയിട്ടില്ല. 4, ഇന്ത്യ പാകിസ്ഥാൻകാർക്ക് വിസ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡ്സ് ക്യാൻസൽഡ് എന്ന് പറഞ്ഞിരുന്നാൽ ഇപ്പോഴും പാകിസ്ഥാനികൾ ഇന്ത്യയിൽ അൺവെൽക്കം ആണ് എന്ന് തന്നെയാണ്. ഇവിടെ നിന്നുള്ള പാകിസ്ഥാൻകാർ പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ആ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല. ഇനി പാകിസ്ഥാനുമായി ബൈലാറ്ററൽ ചർച്ചയുണ്ട് എങ്കിൽ തന്നെ പാക് ഒക്യുപ്പൈഡ് കാശ്മീരും ടെററിസവും മാത്രമേ ചർച്ച ചെയ്യൂ എന്നുള്ളതാണ് ഔദ്യോഗിക പൊസിഷൻ. എന്ന് വെച്ചാൽ ഡിപ്ലോമാറ്റിക് ആയിട്ട് എന്ത് തീരുമാനങ്ങൾ നമ്മൾ എടുത്തോ അതിൽ ഒരു കുറവും വന്നിട്ടില്ല, ഒരയവും ഉണ്ടായിട്ടില്ല. പിന്നെ ഇവന്മാരോട് ആരാ പറഞ്ഞത് ഡിപ്ലോമാറ്റിക് കാര്യങ്ങൾ ഈസ് ആയിട്ടുണ്ടെന്ന്? ഒരു വരിയിൽ മറുപടി, ഇവർ നേരത്തെ പ്ലാൻ ചെയ്ത് വിളിച്ചുകൊണ്ട് വന്നെങ്കിൽ ഇവരുടെ ഏതെങ്കിലും ഇൻവിറ്റേഷൻ കാർഡിൽ ഷാഹിദ് അഫ്രീദിയുടെ പ്ലാൻ ചെയ്തൊന്നും ആരും പറഞ്ഞില്ലല്ലോ. അവരെ പോയി വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് തെറ്റാണെന്നല്ലേ പറഞ്ഞത്? പ്ലാൻ ചെയ്തെന്ന് ആര് പറഞ്ഞു? ഇതൊരു ഗൂഢാലോചന. പണിക്കർജിക്ക് ഉള്ളിന്റെ ഉള്ളിൽ അഭിപ്രായം ഉണ്ടോ? തീർച്ചയായും. പിന്നെ ചുമ്മാ ഒരാൾ തീരുമാനിച്ചതാണെന്നാണ് രാഹുൽ പറയുന്നത്. ഞാൻ പറഞ്ഞുതരാം, അത് ഗൂഢാലോചന ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം ഷാഹിദ് അഫ്രീദി വെറുതെ വിളിക്കാത്തടത്ത് ഉണ്ണാൻ ചെല്ലുന്ന ആളല്ല. അതിലെ പോകുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഇന്ത്യക്കാരുടെ ഒരു ആഘോഷം നടക്കുന്ന സമയത്ത് ഇത്രയും മോശമായ പ്രസ്താവനകൾ രാജ്യത്തിനെതിരെ നടത്തിയ ഒരാൾ എന്നാൽ ചുമ്മാ അതിലെ വലിഞ്ഞു കയറി ചെല്ലാമെന്ന് കരുതുന്നയാളല്ല. ഇനി അദ്ദേഹത്തിനെ അവിടെ നിന്ന് ഇവർ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന രാഹുൽ വായിച്ചല്ലോ. അദ്ദേഹത്തിന് അവിടെ ആക്സസ് കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചില്ല എന്നും ആ ക്രൗഡ് മാനേജ്മെന്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല എന്നും പറയുന്നു. വിഷ്വലി രാഹുൽ കണ്ടിട്ടിരിക്കുമല്ലോ. അതിൽ അവിടെ നിന്ന് ഗേറ്റിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനെ ഇവിടെ എസ്കോർട്ട് ചെയ്തിട്ട് ആൾക്കാർ വരികയും അഷർ ചെയ്ത് അദ്ദേഹത്തിനെ വേദിയിലേക്ക് കൊണ്ടുപോവുകയും മൈക്ക് എടുത്തിട്ട് ഈ ക്രൗഡിന് ആവേശം ഉണ്ടാക്കുകയും ചെയ്ത് അദ്ദേഹത്തിന് മൈക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ആക്സസ് അവർ ആഗ്രഹിച്ചിരുന്നുവെന്നും അവർ ഈ ക്രൗഡ് മാനേജ്മെന്റ് ഇങ്ങനെ തന്നെ ആകണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നുവെന്നുമാണ്. ആക്സസ് ഇല്ല അല്ലല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കാം. ആക്സസ് ഇല്ലാത്ത ഒരാൾ ആക്സസ് കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ ശരി, അയാൾ അകത്ത് കയറി. അയാൾ സ്റ്റേജിൽ വന്നത് എങ്ങനെയാ? സ്റ്റേജിൽ വെച്ചിട്ട് അയാൾ മൈക്ക് എടുത്തത് എങ്ങനെയാ? അയാൾക്ക് ഗിഫ്റ്റ് കൊടുത്തത് എങ്ങനെയാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് സോളിസിറ്റഡ്. അത് നേരത്തെ ചെയ്തോ അന്നത്തെ ദിവസം ചെയ്തോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ. അതാണ് പ്രശ്നം. ഒരു വരി ചൂണ്ടിക്കാണിക്കാം. യഥാർത്ഥത്തിൽ അവർ ഈ വിഷയം വന്നപ്പോൾ, മീഡിയയിൽ വാർത്ത വന്നപ്പോൾ പേടിച്ചു പറയുന്നതാണ്. നമുക്കെല്ലാം അറിഞ്ഞൂടെ എന്താ സംഭവിച്ചതെന്ന്. ഇവർ അങ്ങോട്ട് പോയി തന്നെ വിളിച്ചതാണ്, യാതൊരു സംശയവുമില്ല. ഇവർ അങ്ങോട്ട് പോയി വിളിച്ചു. പക്ഷേ അതിനിയും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിച്ചത് പറയാത്തതാണ്. ഷാഹിദ് അഫ്രീദിയെ ഇവർ തന്നെ ആലോചിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് മൈക്കിൽ എടുത്തു പറഞ്ഞു, ഞങ്ങളുടെ അസോസിയേഷനിൽ വന്നതിൽ വി ആർ ലക്കി ടു ഹാവ് യു. ആ വരികൾ കേട്ടാ അറിയാം, വി ആർ ലക്കി ടു ഹാവ് യു. അത് വരുന്ന ഒരു ഗസ്റ്റിനോട് ഔപചാരികതയുടെ രാഹുൽ പറയുന്നു. എന്നിട്ട് ഇങ്ങനെ വന്നത് ഭാഗ്യമാണെന്ന് പറഞ്ഞു. എങ്ങനെ രാഹുൽ ഇത് രണ്ടും കൂടെ ശരിയാവും? ഇത് രണ്ട് ശരിയല്ലേ സീത് ഭായ്? എങ്ങനെ ശരിയാവും? നേരത്തെ പ്ലാൻ ചെയ്ത ഗസ്റ്റ് ആണോ? ഇവരുടെ നോട്ടീസിൽ പേരുണ്ടോ? ഇവർ അന്ന് വിളിച്ചോ? വിളിക്കാതെ വരുമോ? വിളിക്കാതെ രാഹുൽ ഒരു സെക്കൻഡ്. രാഹുൽ അന്ന് വിളിച്ചാലും 10 ദിവസം മുമ്പ് വിളിച്ചാലും there has to be a planning. ഒരു കാര്യം വ്യക്തമാണ്, ഷാഹിദ് അഫ്രീദി എന്ന് പറയുന്നത് ഇന്ത്യയിൽ വെറുക്കപ്പെട്ടവനാണ്. ഇന്ത്യ പ്രസ്താവന തുടർച്ചയായി രാഹുൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. മഞ്ജുഷ് ഒരു സെക്കൻഡ്. രാഹുൽ ഞാൻ പറയാം. അവർ പറഞ്ഞിരിക്കുന്നത് ഈ നടപടി മൂലം ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും ഇത് ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് അപ്പോളജൈസ് ചെയ്യുന്നുവെന്നുമാണ്. അല്ലാതെ ഷാഹിദ് അഫ്രീദി അവിടെ കൊണ്ടുവന്നിരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട് എന്നോ കൊണ്ടുവന്നിരിക്കുന്ന ആ നടപടിയിൽ ഞങ്ങൾ അപ്പോളജൈസ് ചെയ്യുന്നുണ്ടോ അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. തീരുമാനം അവിടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ ഗ്രേറ്റ് ക്രാഷ് ചെയ്ത് വന്നിരിക്കുന്ന അഫ്രീദിയെ അവിടെ കൊണ്ടുപോയിരിക്കുന്ന ആൾക്കാർ ഓർഗനൈസേഷന്റെ ആളില്ല എന്ന് പറയുന്നത് രാഹുൽ വായിച്ചോ? രാഹുൽ ഈശ്വർ ഇത് വായിച്ചോ? രാഹുൽ ഇത് കേൾക്കോ? നോ മെമ്പർ ഓഫ് ദി ഓർഗനൈസിംഗ് ടീം ഒഫീഷ്യൽസ് ഓർ ആലുമിനി മെമ്പേഴ്സ് ഇൻവൈറ്റഡ് ദം ഓർ കോർഡിനേറ്റഡ് ദിസ് അപ്പിയറൻസ്. അപ്പൊ ആ കൂടെ വന്നിരുന്ന ആൾക്കാർ, ആ സ്റ്റേജിൽ നിന്നിരുന്ന ആൾക്കാർ ഇന്നലെ ജനിച്ച ആൾക്കാരോ? ഇത് ഞാൻ വായിക്കുക മാത്രമല്ല, ഞാൻ പേഴ്സണലി ഇവരോട് സംസാരിച്ചു. ഞാൻ അവരുടെ മനസ്സിൽ
മനസ്സിൽ എന്താണെന്നുള്ളത് ലൈവായിട്ട് എല്ലാവരും അറിയാൻ, നിങ്ങൾ അംഗീകരിക്കേണ്ട, പക്ഷെ അറിയാനാണ്. ആ സംഘടനയിലെ ആൾക്കാർക്കടക്കം ഈ മാധ്യമ വാർത്തകൾ വന്നതിൽ അവർക്ക് പേടിയും ഭയവും ഉണ്ട്. അവർ പേടിച്ചിരിക്കുകയാണ്. അവർ ഇത്രയൊന്നും ഉദ്ദേശിച്ചില്ല. അപ്പുറത്തൊരു സെലിബ്രിറ്റി വന്നു ഞങ്ങളുടെ അടുത്തൂടെ തല കാണിക്കാമെന്ന് ചോദിച്ചു. ഇത് ഗൾഫിൽ സ്ഥിരം നടക്കുന്ന ഒരു പരിപാടിയാണ്. ദാവൂദ് ഇബ്രാഹിം ഷാഹിദ് അഫ്രീദി തമ്മിൽ എന്ത് കമ്പാരിസൺ ആണ് ഭായി? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സൈന്യം ഇന്ത്യക്കാരെ കൊന്നിട്ട് പാകിസ്ഥാനെ കുറ്റം പറയുന്നു എന്ന് പറയുന്നത് ദാവൂദ് ഇബ്രാഹിം ചെയ്യുന്നുള്ളൂ. ദാവൂദ് നേരിട്ട് പോയി ചെയ്യുന്നുണ്ട്, അഫ്രീദി ചെയ്യുന്നില്ല എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. രണ്ടും അത് തന്നെയാണ്. രണ്ടും അത് തന്നെയാണ്. വ്യത്യാസമില്ലേ? ഇനി ഷാഹിദ് അഫ്രീദിയെ വെള്ള പൂശുകയാണ് രാഹുൽ ഈശ്വർ ഇവിടെ. രാഹുൽ ഈശ്വർ വെറുതെ ഇങ്ങനെ സ്വയം വില കളയും. ഒരു സെക്കൻഡ്, ഷാഹിദ് അഫ്രീദിയായിട്ട് എനിക്ക് എന്തെങ്കിലും ബന്ധമോ പരിചയമോ? അല്ല, അങ്ങനെയാണെങ്കിൽ രാഹുൽ പറഞ്ഞു ഉണ്ട്, അതുകൊണ്ടാ പറയണേ. അല്ല, ഇവർ ഇത്രയൊന്നും അറിയുന്നില്ല. ഇവർ അപ്പുറത്തൊരു പിന്നെ അവർ ഇന്നലെ ഉണ്ടായ കുഞ്ഞുങ്ങളാണല്ലോ. രാഹുൽ എന്തൊക്കെയാണ് ഈ പറയുന്നത്? രാഹുലിന് അറിയാമെങ്കിൽ എനിക്കറിയാമെങ്കിൽ അവർക്കും അറിയാം. ഒരു സംഘടന നടത്തുന്ന ആൾക്കാർക്ക് ഇതൊക്കെ അറിയാം. പിന്നെ ഈ സംഘടന നടത്തുന്ന ആൾക്കാർ ഇന്നലെ ജനിച്ചവരല്ലേ? ഇവർക്കൊന്നും അറിയത്തില്ല. ഇവർ പത്രം വായിച്ചു അയ്യോ പെഹൽഗാം ആക്രമണം ഉണ്ടായോ എന്ന് ഞങ്ങൾ ഞെട്ടി എന്നുകൂടെ പറയായിരുന്നു. ശ്രീജിത്ത് ഭായിക്ക് ശരിക്കും തോന്നുന്നുണ്ടോ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്? 100% പ്ലാൻ ചെയ്യാതെ അദ്ദേഹരെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റില്ല, നടക്കില്ല. ആ സംഘടനയിലുള്ള അതിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റി വിചാരിച്ചാൽ മാത്രമേ നടക്കൂ. അങ്ങനെ ഒരാളെ വിളിച്ചുകൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ പ്ലാനിംഗ് ദാറ്റ് ഈസ് എ ഗൂഢാലോചന. അതാണ് കോൺസ്പിറസി. തൊട്ടപ്പുറത്ത് നടക്കുന്ന ഒരു പരിപാടി എന്റെ രാവിലെ തൊട്ടപ്പുറത്ത് അങ്ങനെ 100 കൂട്ടം കാര്യം നടക്കും. രാഹുലെ തൊട്ടപ്പുറത്ത് അല്ലാതെ ഷാഹിദ് അഫ്രീദിയെ കൊണ്ടുവന്ന് എന്തെങ്കിലും രാഹുൽ ഈശ്വർ തൊട്ടപ്പുറത്ത് 100 കൂട്ടം കാര്യം നടക്കും. അങ്ങനെയുള്ള ആൾക്കാരെല്ലാം നമ്മൾ ഇവിടെ വിളിച്ചു. No, you are not coming to senses. You are not coming to senses. You have come with a bucket full of white paint. You are painting them white. അവരെ കരിവാരി തേക്കരുത്. പാവപ്പെട്ട മലയാളികളാണ്. പാവമൊന്നുമല്ല, ഇതിൽ പാവമൊന്നുമില്ല. കഞ്ഞിക്ക് നിവൃത്തിയില്ലാത്തവരോ പാവമൊന്നുമല്ല. അവർ ചെയ്തിരിക്കുന്നത് രാജ്യത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണെന്നതിൽ സംശയമില്ല. അവർ ഇത്രയൊക്കെ ചിന്തിച്ചിട്ടാണോ ചെയ്തത്? പിന്നെ ചിന്തിക്കാതെയാണോ ചെയ്യുന്നത്? പിന്നെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ യു ആർ അക്കൗണ്ടബിൾ ഫോർ യുവർ ആക്ഷൻസ്. യു ആർ അക്കൗണ്ടബിൾ ഫോർ യുവർ ആക്ഷൻസ്. പാകിസ്ഥാനിൽ നിന്നുള്ള ഒരുത്തനെ അവിടെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇന്ത്യക്കെതിരെ പറയുന്ന ഒരുത്തനെ കൊണ്ടുവന്നിട്ട് ഇത് പറയുന്നില്ല. നിങ്ങളൊരു സംഘടനയാണ് രാഹുൽ. രാഹുൽ ഒരു സംഘടനയിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒരു ട്രെയിൻ അല്ല ആ സംഘടനയിൽ. രാഹുൽ ഈശ്വർ ഷഹീദ് അഫ്രീദിയെ ക്രിക്കറ്റ് താരം എന്ന രീതിയിലല്ല കാണേണ്ടത്. ശരി, ശ്രീ രഘുനാഥ് നായർ, ഇപ്പോൾ പാസ്പോർട്ട് റദ്ദാക്കണം എന്നൊക്കെയുള്ള ആവശ്യം വന്നിട്ടുണ്ട് ഈ സംഘാടകരുടെ. അത് സാധിക്കുന്ന കാര്യമാണോ? എങ്ങനെയാണ് താങ്കൾ അതിനെക്കുറിച്ച് പറയാനുള്ളത്? മഞ്ജുഷ, എനിക്ക് പിന്നെ ആദ്യമായിട്ട് ആമുഖമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശ്രീജിത്ത് പണിക്കരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകുന്ന മനുഷ്യനാണ്. കാരണം ഒരുപാട് ക്ഷമയുള്ള ഒരു മനുഷ്യനാണ്. എനിക്ക് അത്രയില്ല. അപ്പം അതുകൊണ്ട് ദയവായി രാഹുൽ ഈശ്വറിനോട് ഇതിനകത്ത് കയറി ഇടപെടരുതെന്ന് പറയണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ ചില കാര്യങ്ങളിൽ രാഹുൽ ഈശ്വറിന്റെ ആ വേദന എനിക്ക് മനസ്സിലാവും. കാരണം നമ്മൾ മുംബൈ ആക്രമണം എടുക്കാം. മഞ്ജുഷിന്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. മുംബൈ ആക്രമണം എടുക്കുക. അജ്മൽ കസബന്റെ കയ്യിൽ കുറെ ചരടും ഒക്കെ കെട്ടി പോക്കറ്റിൽ ഹിന്ദു പേരുള്ള ഐഡന്റിറ്റി കാർഡും ഒക്കെ കൊടുത്ത് ആണ് അജ്മൽ കസബിനെ ഇങ്ങോട്ട് വിട്ടത്. അതുപോലെ തന്നെ പെഹൽഗാം ആക്രമണത്തിൽ ഇതുപോലെ തന്നെ ഹിന്ദുക്കളെ മാത്രം തെരഞ്ഞു പിടിച്ചാണ് കൊല്ലുന്നത്. അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വർഗീയ ലഹള, ഹിന്ദു മുസ്ലിം വർഗീയ ലഹള ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണ്. അപ്പൊ തുടക്കത്തിൽ തന്നെ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞു ഈ ക്യൂബ എന്ന് പറയുന്ന അസോസിയേഷന്റെ ഭാരവാഹികൾ മുസ്ലിംസ് അല്ല ഹിന്ദുക്കളാണെന്ന്. അപ്പൊ എനിക്ക് ഇതെല്ലാം കൂടെ ഒരു മാച്ചിങ് ആയിട്ടാണ് തോന്നുന്നത്. ഇവിടെ നമ്മൾ ടുക്കടെ ഗ്യാങ്ങിനെ എടുക്കണം. ടുക്കടെ ഗ്യാങ്ങിനെ എടുത്തിട്ട് ഭാരത് മാംഗെ ആസാദി, കേരൾ മാംഗെ ആസാദി എന്ന് പറഞ്ഞവരും മുസ്ലിം നാമധാരികളും ഹിന്ദു നാമധാരികളും ക്രിസ്ത്യൻ നാമധാരികളും ഉണ്ടായിരുന്നതിൽ. അപ്പൊ ഈ ഒരു ഗ്യാങ്ങിന് മതമല്ല പ്രശ്നം. ഇവരുടെ കയ്യിൽ ഒന്നുകിൽ ഇവരുടെ ഐഡിയോളജി ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇവർക്കെല്ലാം വിദേശത്തു നിന്ന് പണം കിട്ടുന്നുണ്ടായിരിക്കാം. പിന്നെ അവിടെ വന്നേച്ച് ഇനി ഞാൻ പറയാം, ഇവരുടെ പാസ്പോർട്ട് റദ്ദാക്കണമോ എന്നുള്ള ഒരു ചോദ്യം. ഇവരുടെ പാസ്പോർട്ട് റദ്ദാക്കുക എന്നുള്ളത് നമുക്ക് ചാടിക്കയറിയ ഒരു ഇന്ത്യൻ പൗരന്റെ പാസ്പോർട്ട് റദ്ദാക്കാൻ പറ്റില്ല. അതിന് കാര്യമായ തെളിവുകളും കാരണങ്ങളും എല്ലാം ഉണ്ടാവണം. അവിടെ നമ്മൾ ആദ്യം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ദുബായ് UAE ഗവൺമെന്റുമായിട്ട് നല്ല ബന്ധമുള്ള സ്ഥിതിക്ക് അവിടെ ഒരു നിയമമുണ്ട്. എല്ലാവിധ ഓർഗനൈസേഷൻസിനും അസോസിയേഷൻസിനും അവിടുത്തെ ലൈസൻസ് വേണം, രജിസ്ട്രേഷൻ വേണം, അവിടുത്തെ ദുബായ് ഗവൺമെന്റിന്റെ അപ്രൂവൽ വേണം. ഇത് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പൊ ഈ ക്യൂബ എന്ന് പറയുന്ന സാധനത്തിന് രജിസ്ട്രേഷൻ ഉണ്ടോ ദുബായിൽ?
ഉണ്ടെങ്കിൽ അതിന്റെ ഗവൺമെന്റിന്റെ അപ്രൂവൽ ഉണ്ടോ, ഇവർക്ക് ഇതുപോലെ ഫംഗ്ഷൻ നടത്താനുള്ള അപ്രൂവൽ ഉണ്ടോ? നമ്മുടെ ഇവിടുത്തെ പോലെ ഒരു മൈക്ക് സാങ്ഷൻ എന്ന് പറയുന്ന ഇടപാടൊന്നും അവിടെ ഇല്ല. ആ ഓർഗനൈസേഷന്റെ അപ്രൂവൽ ഉണ്ടോ എന്നുള്ളത് ഗവൺമെന്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം കൂടെ പിടിച്ച് അന്നേരമേ ദുബായ് ജയിലിൽ അവിടുത്തെ നിയമപ്രകാരം ആക്കണം. കാരണം അവിടുത്തെ നിയമം അവർ തെറ്റിച്ചു. 2, സയ്യിദ് അഫ്രീദി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ഡിക്ലെയർഡ് എനിമിയുടെ കൺട്രിയുടെ ഒരു വലിയൊരു അവർ സെലിബ്രിറ്റി എന്ന് പറയുന്നുണ്ട്. അയാൾ സെലിബ്രിറ്റി ആയാലും പാകിസ്ഥാനിൽ എന്ത് കൊന്നുപോയാലും ഇന്ത്യക്ക് സയ്യിദ് അഫ്രീദി എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിരുദ്ധൻ തന്നെയാണ്. അവിടെ നമുക്ക് ഇനി അഫ്രീദി അവിടെ മൈക്ക് കൊടുത്ത സമയത്ത് എന്തെങ്കിലും ഒരു പ്രൊവോക്കേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഇന്ത്യക്കെതിരെ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു കാരണം അപ്പോൾ ഓർഗനൈസേഷൻസ് ഇയാളെ വെൽക്കം ചെയ്ത് അകത്തേക്ക് കൊണ്ടുവന്നപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു സെഡീഷൻ ചാർജ് ഓർഗനൈസേഴ്സിനെതിരെ ചുമത്താനായിട്ടുള്ള എല്ലാ വകുപ്പുകളും കാരണങ്ങളും അവിടെ ഉണ്ട്. രണ്ടാമത്, ഈ ഇവന്റിൽ എന്തെങ്കിലും ഒരു കമ്മ്യൂണൽ ഡിസ്ഹാർമണിയോ അല്ലെ ആന്റി നാഷണൽ പ്രൊപ്പഗണ്ടയോ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്ത്യക്കെതിരെ നിരന്തരം വിഷം തുപ്പുന്ന ഒരു വ്യക്തിയാണ് സയ്യിദ് അഫ്രീദി. ഏറ്റവും വലിയ ആന്റി ഇന്ത്യ അംബാസഡർ ആയിട്ടുള്ള ഒരാളെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അവിടെ കൊണ്ടുവന്നു എന്നുണ്ടെങ്കിൽ പ്രൊമോട്ടിംഗ് എനിമിറ്റി ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് എന്നുള്ള വകുപ്പ് പ്രകാരവും ആ ഓർഗനൈസേഴ്സിനെതിരെ അല്ലെ സംഘാടകർക്കെതിരെ നിയമ നടപടികളിലേക്ക് പോകാനുള്ള വകുപ്പുണ്ട് എന്നുള്ളതാണ് എൻ്റെ ചെറിയ അറിവ്. ഇനി എന്തെങ്കിലും കാരണവശാൽ ഈ ഷാഹിദ് അഫ്രീദിയെ കൊണ്ടുവരിക വഴി, കാരണം നമുക്ക് ഇന്ത്യക്ക് അനഭിമതനായിട്ടുള്ള ഷാഹിദ് അഫ്രീദിയെ അവിടെ കൊണ്ടുവരുന്നത് വഴി എന്തെങ്കിലും കാരണവശാൽ ആന്റി ഇന്ത്യ സെന്റിമെന്റ്സ് അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ഐഡിയോളജിയോ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് തെളിയുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓർഗനൈസേഷൻസിനെ UAPA വകുപ്പ് ചുമത്തി അന്വേഷണം നടത്തി പിടിച്ച് അകത്തിടണം. ഇവനെയൊക്കെ വെടിവെച്ച് കൊല്ലണം, തൂക്കിക്കൊല്ലണം. ഇനി മറ്റൊരു കാര്യം, ഈ ഷഹീദ് അഫ്രീദി ദുബായിൽ വന്ന് വിസയുടെ കാറ്റഗറി ഏതാണെന്ന് ഇന്ത്യ ഗവൺമെന്റ് വിചാരിച്ചാൽ ഇത് കണ്ടെത്താനായിട്ട് സാധിക്കും. ഒരു സ്പെഷ്യൽ വിസ കാറ്റഗറിയിലാണ് വന്നത് എന്നുണ്ടെങ്കിൽ യാതൊരുവിധ പൊളിറ്റിക്കൽ അല്ലെ ഇതുപോലെയുള്ള, കാരണം ഇവിടെ ഇത് പൊളിറ്റിക്കലാണ്, ഇന്ത്യ പാകിസ്ഥാൻ പൊളിറ്റിക്സ് അവിടെ ഉണ്ട്, നിലനിൽക്കുന്നുണ്ട്. ശ്രീജിത്ത് പണിക്കർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഓപ്പറേഷൻ സിന്ദൂർ ഇതുവരെ അവസാനിച്ചിട്ടില്ല, ഇറ്റ് ഇസ് സ്റ്റിൽ ഓൺ. അപ്പൊ അങ്ങനെ ഒരു ഫംഗ്ഷനിൽ ഇയാൾ വന്നു, അവിടെ സംസാരിച്ചു എന്നുണ്ടെങ്കിൽ ആ ഒരു വകുപ്പ് പ്രകാരം ഇയാൾക്കെതിരെ ദുബായ് ഗവൺമെന്റിനും നിയമ നടപടികൾ സ്വീകരിക്കാമോ എന്നുള്ള കാര്യങ്ങളും കൂടെ ചെക്ക് ചെയ്തിട്ടാണ്. അപ്പൊ ഇതിന്റെ ഓർഗനൈസേഴ്സ് ഈ ക്യൂബ എന്ന് പേരിട്ടപ്പോൾ തന്നെ നമുക്ക് അറിഞ്ഞുകൂടെ, ഓർഗനൈസേഴ്സ് എന്തെങ്കിലും കാരണവശാൽ ഇതുപോലുള്ള ഏതെങ്കിലും കുറ്റകൃത്യം കണ്ടു കഴിഞ്ഞാൽ ഈ രാജ്യത്തിലുള്ളവർക്ക് എല്ലാവർക്കും മാതൃകയായിട്ട് രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവരെ സാക്ഷി നിർത്തി ഇവർക്കെതിരെ ഏറ്റവും ശക്തമായ രാജ്യദ്രോഹ കുറ്റത്തിന് വധശിക്ഷ വരെ കൊടുക്കാൻ വകുപ്പുള്ള ഒരു രാഹുൽ പറയുന്നത് അവരിതൊന്നും അറിഞ്ഞില്ല എന്നാണ്. അല്ലല്ല, അവര് ഇതൊന്നും ചിന്തിക്കാതെയാണ് ഇങ്ങനെ ഒരു സ്വീകരണം നൽകിയതെന്നാണ്. രാഹുൽ നേരിട്ട് ഈ സംഘാടകരുമായി സംസാരിച്ചിരുന്നു. ഇപ്പോൾ ആ സംഘാടകരിൽ ആരും സംസാരിക്കാൻ തയ്യാറല്ല. രാഹുൽ പറയുന്നത് അവർ പേടിച്ചിരിക്കുകയാണെന്നാണ്. എന്നോടാണ് ചോദിച്ചത്, എന്നോടാണോ എന്നറിയില്ല. അല്ല, ഒരു മിനിറ്റ് ശ്രീ മഞ്ജുഷേ, അതിന് മറുപടി ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, ശ്രീജിത്ത് പണിക്കർ ആദ്യം തന്നെ പറഞ്ഞു, കുസാറ്റ് നിന്ന് ഡിഗ്രി കഴിഞ്ഞ് അവിടെ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ തലമണ്ടയില്ലാതെ കിട്ടില്ലല്ലോ. കുസാറ്റ് നിന്ന് പഠിച്ച് ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങി പിള്ളേരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിയുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അറിവില്ല എന്ന് പറയുന്നത്, ഐ ഡിഡ്ന്റ് നോ എന്ന് പറയുന്നത് ഒരു കാരണവശാലും നിയമം അറിയില്ല എന്ന് പറയുന്നത് ഒരു രാജ്യത്തും ഒരു കാര്യത്തിലും ഒരു എക്സ്ക്യൂസ് അല്ല. ഇവർക്ക് അതിനുള്ള ബുദ്ധിയുണ്ട്, അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇവര് പാവങ്ങളാണെന്ന് പറയുന്നു, അറിവില്ല, ഇപ്പൊ പേടിച്ചിരിക്കുക. എടാ, ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങി ഒരു ആവേശത്തിന് ഒരുത്തനെ കയറി കുത്തി കൊന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ചാകുന്നവരെ, അവനെ പിടിക്കപ്പെടുന്നവരെ അവൻ പേടിച്ച് തന്നെ ജീവിക്കും. അപ്പൊ പേടിച്ചിരിക്കുക എന്നുള്ളത് അവർക്ക് മാപ്പ് കൊടുക്കാനുള്ള, ഈ തെറ്റിന് അല്ലെങ്കിൽ നമ്മൾ മറന്നു കളയാനുള്ള ഒരു എക്സ്ക്യൂസ് അല്ല യാതൊരു കാരണവശാലും. ഞാൻ പറയുന്നത് ഇവർക്ക് ഏറ്റവും തക്കതായ ശിക്ഷ, ഇവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും പരമാവധി ശിക്ഷ, ഇപ്പം UAE ഗവൺമെന്റിനെ ഇന്ത്യ അപ്രോച്ച് ചെയ്തിട്ട് ഇവരെ മുഴുവൻ തപ്പി ഇവരുടെ സിമ്പത്തൈസേഴ്സിനെ അടക്കം പിടിച്ചുകൊണ്ട് വന്നിട്ട് പരമാവധി ശിക്ഷ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീ മോഹൻ ബഗീസ്, മറ്റൊരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഇപ്പോഴുണ്ടല്ലോ. ഇപ്പോൾ ഇന്ത്യയുടെ നിലപാട് വിദേശ രാജ്യങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ വിദേശ രാജ്യത്ത് പോയി ഒരു ഇന്ത്യ വിരുദ്ധനെ ആദരിക്കുക എന്ന് പറയുമ്പോൾ അത് അതീവ ഗൗരവമുള്ളതായി മാറുകയാണല്ലോ. തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഓപ്പറേഷൻ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഓപ്പറേഷൻ പഹൽഗാം തുടരുകയാണ്, നിർത്തിവെച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ തുടരുകയാണ്, നിർത്തിവെച്ചിട്ടേ ഉള്ളൂ, അത് പൂർണ്ണമായി അവസാനിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു യുദ്ധമെന്ന് പറയാനാവില്ലെങ്കിൽ പോലും ഒരു 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 ഓപ്പറേഷൻ്റെ മധ്യത്തിലാണ് നമ്മൾ. അതുമാത്രമല്ല, ഒരു ഡിപ്ലോമാറ്റിക് ബ്ലിറ്റ്സ് ക്രീഗ് നടക്കുകയാണ്. അനേക രാജ്യങ്ങളിൽ ഇന്ത്യയുടെ പ്രതിനിധികൾ പോയി, രാഷ്ട്രീയ നേതാക്കൾ, പാർലമെന്റ് അംഗങ്ങൾ പോയി സംസാരിക്കുകയാണ്. അതിന് സമാന്തരമായിട്ട് പാകിസ്ഥാനും ചെയ്യുന്നു, സമാന്തരമായി പാകിസ്ഥാനും ചെയ്യുന്നു. അതിനിടയിലാണ്
ഇവിടെ ഷാഹിദ് അഫ്രീദിയെ പാകിസ്ഥാൻ പല രീതിയിൽ ഉപയോഗിക്കും. ക്രിക്കറ്റ് താരങ്ങളെ ഉപയോഗിക്കും, ഇൻഡസ്ട്രി ക്യാപ്റ്റൻസിനെ ഉപയോഗിക്കും, സാമൂഹ്യ വ്യക്തിത്വങ്ങളെ ഉപയോഗിക്കും. ഇതെല്ലാം ഗുഡ്വിൽ ജനറേഷനാണ്. ഇത് പാകിസ്ഥാൻ്റെ ആവശ്യമാണ്. ഷാഹിദ് അഫ്രീദിയെ പോലെ തലയെടുപ്പുള്ള അല്ലെങ്കിൽ ലോകമറിയുന്ന ക്രിക്കറ്റിംഗ് ജീനിയസ്, അതൊക്കെ നമ്മൾ വകവെച്ചു കൊടുക്കാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ആളുകൾ പറയുന്ന വാക്കുകൾ, അവർക്ക് ലഭിക്കുന്ന സ്വീകാര്യത, അത് പ്രത്യേകിച്ച് ഇന്ത്യക്കാരായ ഇന്ത്യൻ പൗരന്മാരിൽ നിന്നും ഇന്ത്യൻ ഡയസ്പോറയിൽ നിന്നും അവർക്ക് സ്വീകരണം ലഭിക്കുന്നു, കലവറയില്ലാത്ത സ്വീകരണം ലഭിക്കുന്നു. അത് ചൂണ്ടിക്കാണിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുമ്പോൾ അതിന് നമുക്ക് അധികം പ്രതിരോധമില്ലെന്ന് ഓർക്കണം. അപ്പോൾ ഇവിടെ ഇന്ത്യ ഒരു ഫോൾസ് നാരറ്റീവ് കൊണ്ടുവരികയാണ്. പാകിസ്ഥാനെ അനാവശ്യമായി, ഇന്ത്യൻ ജനതയ്ക്ക് പാകിസ്ഥാൻ്റെ വ്യക്തികളോട് വിരോധമൊന്നുമില്ല, ക്രിക്കറ്റേഴ്സിനോട് ആരാധനയാണ്. അവരെന്ത് പറയുമ്പോഴും അവർ ഷാഹിദ് അഫ്രീദി പറഞ്ഞ ആ കാര്യങ്ങൾ ഉൾപ്പെടെ അതൊക്കെ അവർ അംഗീകരിക്കുന്നവരാണ് എന്ന നറേറ്റീവാണ് കൊടുക്കുന്നത്. ഇത് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇവിടെ ഉയർന്നു വന്ന ഇതിനു മുമ്പുള്ള ഒരു ഡിബേറ്റിൽ വന്ന, നമ്മുടെ ഇപ്പം റണപ്പ് ടു ദി ഞാൻ സംസാരിക്കുന്നതിന് മുമ്പുള്ള ആ ഡിബേറ്റിൽ വന്ന കാതലായ ഒരു ചോദ്യമുണ്ട്. ഇത് കരുതിക്കൂട്ടി കൊച്ചിൻ യൂണിവേഴ്സിറ്റി പിന്നെ കുസാറ്റിൻ്റെ അലുമിനൈ, അതായത് ബിടെക് അലുമിനൈക്കാരെ ചിലരെങ്കിലും റാഡിക്കലൈസ് ചെയ്യപ്പെട്ട മൈൻഡ് സെറ്റ് ഉള്ളവരാണോ? അവർ കരുതിക്കൂട്ടി, അതായത് ഒന്ന് ലെഫ്റ്റ് റാഡിക്കലിസമാണ്, അല്ലെങ്കിൽ ഇസ്ലാമിക് റാഡിക്കലിസം. ഇതിപ്പോൾ ഓർഗനൈസർ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. ലെഫ്റ്റ് ഇസ്ലാമിസ്റ്റുകളാണ് ഇതിന് പിന്നിൽ. ഇവിടെ ലെഫ്റ്റ് ഇസ്ലാമിക് ഒരു കൺവേർജൻസ് ഓഫ് ഇൻട്രസ്റ്റ് പരകായ പ്രവേശത്തിലൂടെ ഈ പറയുന്ന ക്വിസാറ്റിൻ്റെ അലുമിനൈ അസോസിയേഷനിൽ മറ്റൊരു രാജ്യത്ത് വെച്ച്, അതായത് ദുബായിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എങ്കിൽ വളരെ ഗൗരവമാണ്. പക്ഷേ എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ഷാഹിദ് അഫ്രീദി വരുന്നു എന്ന് കേൾക്കുന്നു. ഇവർ കോള് ബുക്ക് ചെയ്തത് പാകിസ്ഥാൻ അസോസിയേഷനാണ്. പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് പാഡ് എന്ന് പറയുന്ന സംഘടനയുടെ ഹോളാണെന്ന് ഓർക്കണം. അപ്പോൾ അവിടെ അവർ ബുക്ക് ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ അവർക്ക് മാറാൻ അനുവാദമുണ്ടായിരുന്നു, അവകാശമുണ്ടായിരുന്നു, സാഹചര്യമുണ്ടായിരുന്നു, വേണ്ടാന്ന് വെക്കാൻ സാഹചര്യമുണ്ടായിരുന്നു. അവരവിടെ വെച്ച് തന്നെ നടത്തി. അതിന് പിന്നിൽ എന്തെങ്കിലും പ്രത്യേക താല്പര്യങ്ങളുണ്ടോ? പിന്നെ സംഘാടകരുടെ മതപരമായ ഒരു ബ്രേക്കപ്പ് എടുക്കുന്നത് അത്ര ഉചിതമാണെന്ന് തോന്നുന്നില്ല. അതിനകത്ത് ഹിന്ദു നെയിംസ് കണ്ടു, മുസ്ലിം നെയിംസ് കണ്ടു, ക്രിസ്ത്യൻ നെയിംസും കണ്ടു. അപ്പോൾ അതിനകത്തും നമുക്ക് കൂടുതലായി ഒന്നും തന്നെ റീഡ് ചെയ്തെടുക്കാനാവില്ല. പക്ഷേ ക്യൂബ എന്ന പേര് CUBAA അല്ലെങ്കിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലുമിനി അസോസിയേഷൻ. അപ്പോൾ ക്യൂബ എന്ന് പറയുമ്പോൾ ക്യൂബ ഒരു വലിയ, അടുത്ത കാലം വരെ വലിയ ഈ ലെഫ്റ്റിൻ്റെ വലിയ ഒരു വാഗ്ദത്ത ഭൂമിയും അല്ലെങ്കിൽ വലിയൊരു വികാര കേന്ദ്രവുമൊക്കെ ആയിരുന്നല്ലോ ഈ ക്യൂബ എന്ന് പറയുന്നത്. അപ്പോൾ ക്യൂബയുടെ പേര് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ലെഫ്റ്റ് ലീനിയൻസി, അന്നത്തെ മുൻകാലങ്ങളിലുള്ള ഒരുപക്ഷെ SFI രാഷ്ട്രീയമോ ഇടതുപക്ഷ രാഷ്ട്രീയമോ ഒക്കെ അവർ പഠിച്ചിരുന്ന കാലത്തേത് അങ്ങ് വിദേശത്തേക്ക് അവർ കൊണ്ടുപോയതാണോ എന്ന് ആലോചിക്കുന്നതിൽ തെറ്റ് പറയാനാവില്ല. അപ്പം അത്രയുമൊക്കെ ചിന്തകൾ ഇവരുടെ ഭാഗത്തുണ്ട്. അതുമാത്രമല്ല, ഷാഹിദ് അഫ്രീദി വന്നപ്പോൾ അവരെടുത്ത നിലപാടെന്താണ്? അവരാരും അവിടെ ഔചിത്യബോധമുള്ള ആരും അവിടെ ഇല്ല. അവിടെ കൂടിയിരുന്ന ആ ചിത്രങ്ങൾ കാട്ടുന്ന 100 പേരെങ്കിലും അവിടെ ഉണ്ടായിരുന്നു. അവരിലാരും തന്നെ ഇത് ബുദ്ധിമുട്ടാകും, ഇത് ന്യായമോ എന്ന് ചോദിക്കാൻ. ഇപ്പോൾ പാഞ്ചാലി വസ്ത്രാക്ഷേപം ചെയ്തപ്പോൾ അവിടെ ആ കൗരവസഭയിൽ ഒരാൾ പോലും അരുത് എന്ന് പറയാൻ ആരും ഇല്ലാതെ പോയല്ലോ. അതുപോലെ അവിടെ ഇതരുത്, ഷാഹിദ് അഫ്രീദിയെ അബദ്ധത്തിൽ വന്നു പോയതാണ്, വഴിതെറ്റി വന്നതാണ് എങ്കിൽ ആദരപൂർവ്വം സ്വീകരിച്ച് ഇതാണ് നിങ്ങളുടെ മീറ്റിംഗ്, ഞങ്ങളുടെ മീറ്റിംഗ് ഇതാണ്, നിങ്ങൾ ഒരുപക്ഷെ വന്നത് അതാണ്, താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞു മാത്രം വിടാവുന്നതിന് പകരം ആനയിച്ചു വേദിയിൽ കൊണ്ടുപോയി ഉപഹാരം കൊടുക്കുകയും മൈക്ക് കൈമാറുകയും സംസാരിക്കാൻ അനുവാദം കൊടുക്കുകയും ചെയ്യുമ്പോൾ അതിൽ കുറച്ചുകൂടി ഔപചാരികത വരികയാണ്. അവിടെയാണ് ഗൂഢാലോചന സിദ്ധാന്തം കൂടുതൽ ആഴത്തിൽ പരിശോധിക്കേണ്ടത്. മനഃപൂർവ്വമായി ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താനായി ആരെങ്കിലും ചെയ്തതാണ് എന്ന വിശ്വാസം എനിക്കില്ല. പക്ഷേ ഇത് അപകീർത്തികരമാകും, ഭാരതത്തിന് ബുദ്ധിമുട്ടാകും, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ എന്ന് അറിയാനുള്ള പാക്വതയുള്ള ആളുകളാണ്. രാഹുൽ, അതെങ്കിലും താങ്കൾ സമ്മതിക്കൂ. കാരണം ഇന്ത്യ വിരുദ്ധതയാണ് അവിടെ പ്രകടിപ്പിച്ചത് എന്നുള്ള കാര്യം പാകിസ്ഥാൻ ആഘോഷിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. ഇവിടെ ഇന്ത്യൻ സമൂഹം പാകിസ്ഥാനെ അംഗീകരിച്ചെന്നാണ്. അതിലും താങ്കൾക്ക് പ്രശ്നമില്ല എന്നാണോ? ഇല്ല ശ്രീ മഞ്ജുഷ്, അങ്ങനെയല്ല. ഇപ്പൊ സാർ അവസാനം പറഞ്ഞതിന് പിന്നെ യോജിപ്പുള്ളൊരു നിലപാടാണ്. അതായത് ശരിക്കും അവിടെ ഓർമ്മച്ചുവടുകൾ എന്നൊരു പരിപാടി നടക്കുകയാണ്.
ഈ ഓർമ്മച്ചൂടുകൾ എന്ന പരിപാടി ഈ പാഡിൽ നടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇവന്റ് നടക്കുകയാണ്. അവിടെ UAE ഫ്ലാഗ് എന്തോ ഉള്ള സാധനം. അതിനാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുള്ളും ഗസ്റ്റായി വരുന്നത്. അപ്പോൾ ആ ഗസ്റ്റായി വന്നപ്പോൾ ഇവരിൽ ആരെങ്കിലും പോയി വിളിച്ചു തന്നെ ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് അവരെ ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അവരങ്ങനെ അല്ലെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ പറയുന്നത് ഇവരങ്ങോട്ട് പോയി വിളിച്ചു കാണും, സാർ അവിടെയും കൂടെ ഒന്ന് തല കാണിക്കണം എന്ന് പറഞ്ഞു കാണും. ഇതിന്റെ പിന്നിൽ അന്താരാഷ്ട്ര ഇസ്ലാമിസ്റ്റ് ലെഫ്റ്റ് നെക്സസ് ഒന്നുമില്ല. കൊണ്ടുവന്ന ആളെ കുറിച്ചും കൂടെ പറയാം. ഈ പുള്ളി കേട്ടോണ്ടിരിക്കുകയായിരിക്കും, ഞാൻ പുള്ളിയോട് കാണണമെന്ന് പറഞ്ഞു. അദ്ദേഹം പേര് പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പറയാത്തത്. ഈ എടുത്ത് ഹിന്ദുവാന്ന് പറഞ്ഞ വേറൊന്നും കൊണ്ടല്ല, മുസ്ലിം അല്ല എന്ന് സൂചിപ്പിക്കാനാണ്. പുള്ളി കഴിഞ്ഞ വർഷം നമ്മുടെ നരേന്ദ്രമോദിയുടെ പരിപാടിക്ക് അവിടെ പോയി എന്നോട് പറഞ്ഞു, എനിക്ക് നരേന്ദ്രമോദിയുടെ പോളിസികളോടെല്ലാം വിയോജിപ്പുണ്ട്, പക്ഷേ എൻ്റെ പ്രധാനമന്ത്രി വരുമ്പോൾ അദ്ദേഹത്തിന് ചീർ ചെയ്യാൻ ഞാനും പോകണം എന്ന് വിശ്വസിക്കുന്ന സാധാരണ ഒരു മനുഷ്യനാണ് അവിടെ. ഈ കൂടെ വന്ന് ആ വെള്ള ഷർട്ടിട്ട് മൈക്കെടുത്ത ആളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇനിയും ഇദ്ദേഹം നമ്മുടെ രഘു സാർ പറഞ്ഞ പോലെ, സാർ അത് അപ്രൂവലുള്ള സംഘടനയാണ്. ഇവരുടെ സംഘടനകൾ അവിടുത്തെ ഗൾഫിൽ പോയപ്പോൾ പ്രധാനപ്പെട്ട 3 അപ്രൂവലുള്ള സംഘടനയിൽ ഒരു സംഘടനയുടെ ആളെയാണ് സാർ യഥാർത്ഥം ഇവിടെ കണ്ടത്. അവർ പേര് പറയരുതെന്ന് പറഞ്ഞുള്ളൂ. നമ്മുടെ എല്ലാ കോളേജുകളുടെയും ഒരു അലൂമിനി അസോസിയേഷൻ പോലെ നിൽക്കുന്ന ഒരു സംഘടന, അവരോടടക്കം അഫിലിയേറ്റ് ചെയ്യുന്നതാണ് ഈ ക്യൂബ. ഇതൊന്നും ഇത്രയും വലിയ പ്രശ്നമാവെന്ന് അറിയാതെയും ചിന്തിക്കാതെയും നിഷ്കളങ്കമായി കരുതി കൂട്ടി അല്ലാതെ ചെയ്തൊരു കാര്യമാണ്. അടുത്തൊരു സെലിബ്രിറ്റി വന്നപ്പോൾ ഞങ്ങളുടെ അടുത്തും കൂടെ വരുമോ എന്ന് പോയി ചോദിച്ചു കാണും. അങ്ങനെ അഫ്രീദിയും മറ്റും വന്നു. അഫ്രീദിയെ ഗൈഡ് ചെയ്ത്, അത് സീത് പണിക്കർ ഭായി പറയുന്ന സത്യമാണ്. അതായത് സംഘാടകർ പേടി കൊണ്ട് മാറ്റി പറയുന്നതാണ്. ഞങ്ങൾ അറിയാതെ അഫ്രീദി സ്റ്റേജിൽ കയറി, അങ്ങനെ സംഭവിക്കുമോ? അഫ്രീദി നേരെ ഓടി കയറി സ്റ്റേജ്, എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് പറയുമോ? ഇവർ ചെന്ന് വിളിച്ചു കാണും, സാർ ഒന്ന് വന്നിട്ട് പോകുമോ? ഗൾഫിലെ പരിപാടി നടക്കുന്നത് നല്ലൊരു ശതമാനം അങ്ങനെയാണ്. ഈ സെലിബ്രിറ്റീസ് ഒക്കെ വരുമ്പോൾ സ്വന്തമായിട്ട് നമ്മൾ അവരെ കൊണ്ടുവരുന്നതായിരിക്കില്ല. അടുത്തൊരു സ്ഥലത്ത് വരുമ്പോൾ നമ്മുടെയും കൂടെ കയറി തല കാണിച്ചിട്ട് പോകുമെന്ന് പറയും. നമ്മുടെ സിനിമാ താരങ്ങളെല്ലാം സ്ഥിരം ചെയ്യുന്നൊരു കാര്യമാണ്. ഇതിനപ്പുറം ഒരു കാര്യമില്ല എന്നുള്ളതാണ്. നിഷ്കളങ്കമായി പ്രത്യേകിച്ച് കോൺസിക്വൻസിനെ കുറിച്ച് മനസ്സിലാക്കാതെ അവർ ചെയ്തു. അതിനുശേഷം അവർ അപ്പോളജി പറഞ്ഞു. 2, അവരൊന്ന് രാഷ്ട്രീയക്കാരോ നമ്മളെ പോലെ മീഡിയ എന്ന് സംസാരിക്കുന്ന പ്രിസിഷനോ ഇല്ലാത്തവരാണ്. അവരുടെ വേർഡിങ്ങിൽ ഏതെങ്കിലും ഒരു വേർഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയതിന് പിന്നിൽ വലിയ ചിന്തയൊന്നുമില്ല. പാവപ്പെട്ട കുട്ടിയും കുടുംബങ്ങളുമായി താമസിക്കുന്ന കുറേ മനുഷ്യരാണ്. അവരുടെ എന്തെങ്കിലും പ്രവാസി ജീവിതത്തിൽ സന്തോഷം നൽകാനായി അവർ ഈ കൂട്ടായ്മകൾ ഉണ്ടാക്കുന്നു. നമ്മൾ അതുകൊണ്ട് ഇതൊരു അന്താരാഷ്ട്ര പ്രശ്നമായി പ്രസന്റ് ചെയ്തത് അർത്ഥമില്ലാത്തതാണ്. ഇവരെ കുറിച്ച് വെറുതെ അന്വേഷിച്ച് നോക്കൂ. സാധാരണ പാവപ്പെട്ട അവിടെ മലയാളി അസോസിയേഷന്റെ ഹോള് പോലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പാവങ്ങളെ നമ്മൾ അനാവശ്യമായി വേട്ടയാടിയാൽ അവർ പേടിക്കുകയുള്ളൂ. അവർ നാളെ കൂടുതൽ ഉൾവലിയുകയുള്ളൂ. അവർ അപ്പോളജി പറഞ്ഞു, അവർ റിഗ്രറ്റ് പറഞ്ഞു, ഇൻകൺവീനിയൻസ് ഉണ്ടായി, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ മാപ്പ് അവർ പറഞ്ഞിട്ടുണ്ട്. അത് അംഗീകരിക്കാൻ പറ്റുന്നതാണോ ഇല്ലയോ? അല്ല, ശ്രീ രാഹുൽ ഇടപെടരുതെന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് വേട്ടയാടിയാൽ എന്നാണ്. ഇവിടെ ആരും വേട്ടയാടുന്നില്ല. നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ പ്രവൃത്തിയെ ആൾക്കാർ വിലയിരുത്തുന്നു. അതിൻ്റെ പേരിലുള്ള അഭിപ്രായ പ്രകടനമാണ്. അത് അഭിപ്രായ പ്രകടനമാണ്, അത് വേട്ടയാടലല്ല. അത് ഒന്നാമത്തെ കാര്യം. 2, അവരുടെ അപ്പോളജി ഇങ്ങനെയാണ്. 1, we regret any confusion or inconvenience caused to attendees, participants or supporters due to this unplanned development. ഇതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ആസൂത്രണവും ഇല്ലാതെ നടത്തിയ ഈ പരിപാടി കൊണ്ട് ആർക്കെങ്കിലും, അറ്റൻഡീസിനോ പാർട്ടിസിപ്പൻസിനോ സപ്പോർട്ടേഴ്സിനോ എന്തെങ്കിലും തരത്തിൽ കൺഫ്യൂഷനോ ഇൻകൺവീനിയൻസോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും അസൗകര്യമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട് എന്നാണ് അവർ പറയുന്നത്. 1. 2, we deeply regret any hurt or offense our actions may have caused. ഞങ്ങൾ ചെയ്തിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒഫൻസായിട്ട് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ട്, ഒഫൻസീവ് ആയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിൽ ഖേദമുണ്ട്. അപ്പോളജി ചെയ്യുന്ന എന്തിനാണെന്നറിയോ? ഇറ്റ് വാസ് നെവർ അവർ ഇന്റൻഷൻ. അതായത് നിങ്ങളെ വേദനിപ്പിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. വി സിൻസിയർലി അപ്പോളജൈസ് ടു ദോസ് അഫക്റ്റഡ്. അങ്ങനെയുള്ള ആൾക്കാരോട് ഞങ്ങൾ മാപ്പ് പറയുന്നു എന്നാണ്. അതല്ലാതെ ഷാഹിദ് അഫ്രീദിയെ അവിടെ കൊണ്ടുവന്നതിനോ അദ്ദേഹത്തിന് ഇവിടെ വേദി കൊടുത്തതിനോ അദ്ദേഹത്തിന് ഇവിടെ ഉപഹാരം നൽകിയതിനോ ഒന്നും ഇവർക്ക് ഖേദവുമില്ല. അവരതിൽ മാപ്പും പറഞ്ഞിട്ടില്ല. മറ്റുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ആക്ഷൻ കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ എന്നാണ്. എൻ്റെ കൺവിക്ഷൻ ഇപ്പോഴും മാറിയിട്ടില്ല. 1. 2, ഷാഹിദ് അഫ്രീദിയുടെ നിലപാടുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അത് കൂടാതെ കാശ്മീർ പ്രശ്നത്തിൽ നിരന്തരമായി കാശ്മീർ ഒരു സ്വതന്ത്ര രാജ്യമാകണമെന്നുള്ള അഭിപ്രായം പാകിസ്ഥാനിനുള്ളിലും വിദേശത്ത് പോകുമ്പോഴും ഒക്കെ തന്നെ നിരന്തരം പറയുന്ന ആളാണ് ഷാഹിദ് അഫ്രീദി. അപ്പൊ നമ്മുടെ പൊസിഷനോട് ചേർന്ന് നിൽക്കുന്ന നിലപാടുകളെ അല്ല അദ്ദേഹത്തിനോടൊപ്പം കളിച്ചിരുന്ന ഡാനിഷ് കനേറിയ എന്ന ക്രിക്കറ്റർ തന്നെ ഈ വിഷയങ്ങളിൽ ദയവ് ചെയ്ത് അഫ്രീദി അഭിപ്രായം പറയരുത് എന്ന് പലതവണ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ചർച്ചയിൽ ശ്രീ രാഹുൽ ഈശ്വർ പ്രസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരിക്കുന്ന ഒരു കാര്യം എത്രത്തോളം ബാലിശമാണെന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു, ക്യുസാറ്റിൽ നിന്ന് അല്ലെങ്കിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിടെക് പഠിച്ചിട്ട് ഇപ്പോൾ ഉദ്യോഗവും മറ്റു കാര്യങ്ങളുമായിട്ട് ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ പോകുന്ന ഇന്ത്യൻ പാസ്പോർട്ടിൽ ഇന്ത്യൻ പൗരത്വത്തിൽ കഴിയുന്ന ആൾക്കാരാണിവർ. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്തൊരു സെലിബ്രിറ്റി വന്നിരുന്ന സമയത്ത് ഇത് മോഹൻലാലൊന്നും അല്ലല്ലോ ചെന്ന് സാറേ ഒന്ന് വരുമോ എന്ന് ചോദിക്കാൻ. വിദേശത്ത് നിന്നുള്ള ഈ രാഹുൽ ഒരു കാര്യം അറിയാം,
അറിയാലോ, നമ്മൾ ഏതൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാലും ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനെ പറ്റി നമ്മൾ അവെയർ ആവും. നമുക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല എങ്കിലും, കാരണം ആ രാജ്യത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നതിനെ പറ്റി നമുക്ക് കൂടുതൽ ആശങ്കയുണ്ട്. അപ്പോൾ അവിടെ പോയതിനു ശേഷം ഇങ്ങനെ കാണുന്ന ഒരാളിനെ, അയാളുടെ രാഷ്ട്രീയ നിലപാടുകൾ എനിക്ക് അറിയില്ലായിരുന്നു, ഞങ്ങളെല്ലാം ഇവിടെ ജനിച്ച ആൾക്കാരാണ്, ഇന്നലെ ജനിച്ച ആൾക്കാരാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇഗ്നറൻസ് ഓഫ് ലോ എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള എക്സ്ക്യൂസും ഇല്ല. അതുകൊണ്ട് ഇന്ത്യൻ ഗവൺമെന്റിന് അദ്ദേഹം എത്രത്തോളം അനഭിമതനാണ് എന്നും നമ്മുടെ രാജ്യത്തിലെ നിയമപ്രകാരമുള്ള ഒരു ലീഗൽ ഡിമാൻഡ് കൊണ്ട് ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഇടപെടലുകൾ അടക്കം അദ്ദേഹത്തിന് ബാൻ ചെയ്തിരിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ കാര്യം അങ്ങനെ തന്നെയാണ്. ഇന്ത്യ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡിപ്ലോമാറ്റിക്കോ അല്ലെങ്കിൽ മെഡിക്കൽ ആവശ്യത്തിനുള്ളതോ ഒഴികെയുള്ള എല്ലാ വീസകളും ഇപ്പോൾ ക്യാൻസൽഡ് ആണ്. ഒന്ന്. ഇനി അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഉണ്ടോ എന്നുള്ളതാണ്. ഗൂഢാലോചന ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിന് പിന്നിൽ ഒരു പ്ലാനിങ് ഇല്ല എങ്കിൽ ഇദ്ദേഹത്തിനെ വിളിക്കാൻ കഴിയില്ല. ഇപ്പൊ ഈ അസോസിയേഷന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും, ശ്രീ രാഹുൽ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ, അവര് രാഹുലിനോട് പറഞ്ഞത് ഇദ്ദേഹം വന്നപ്പോൾ ഇങ്ങോട്ട് കയറി വന്നു എന്നാണ് പറഞ്ഞതെന്നാണ് രാഹുൽ പറയുന്നത്. പക്ഷെ അതിൽ രാഹുൽ അവരെ വിശ്വസിക്കുന്നില്ല. എന്ന് വെച്ചാൽ അവർ രാഹുലിനോട് കള്ളം പറഞ്ഞു എന്ന് രാഹുൽ നമ്മളോട് പരോക്ഷമായിട്ട് പറയുന്നുണ്ട്. ഒന്ന്, എന്ന് വെച്ചാൽ ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള ആൾക്കാരല്ല, അവരുടെ നിലനിൽപ്പിന് നുണ പറയും അവർ. ഒന്ന്. രണ്ട്, അങ്ങനെ പോയി വിളിക്കുകയാണെങ്കിൽ അവിടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ജേക്കബോ, ഏതെങ്കിലും ഒരു ജെയ്സണോ, ഏതെങ്കിലും ഒരു ജയനോ, ഏതെങ്കിലും ഒരു മുജീബോ പോയി ചുമ്മാ അഫ്രീഡി ചേട്ടാ ഇങ്ങോട്ടൊന്ന് വരുമോ എന്ന് പറയാൻ കഴിയുമോ? ഇല്ല. അപ്പൊ ഈ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടുള്ള ഇതിന്റെ കമ്മിറ്റിയിലുള്ള ആൾക്കാരോട് എങ്കിലും അത് പറയണം. നമുക്ക് പോയി ഇന്നയാളെയും കൂടെ വിളിച്ചുകൊണ്ട് വരാം. ഒരാൾ മാത്രമല്ല, അതാ ഞാൻ പറഞ്ഞ ഒരു സംഘടന എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ബ്രെയിൻസ്. ഒരാളല്ല, ഒരാൾക്ക് വിവരക്കേട് കാണിക്കാം, പക്ഷെ ഒരു സംഘടന വിവരക്കേട് കാണിച്ചു കഴിഞ്ഞാൽ ദർ ഇസ് എ ഡിസൈൻ ടു ഇറ്റ്. അതിലൊരു പ്ലാൻ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ പ്ലാനാണ് അയാളെ പോയി വിളിക്കുക എന്നുള്ളത്. അതിനെയാണ് ഞാൻ ഗൂഢാലോചന, ആ പ്ലാനിനാണ് ഗൂഢാലോചന എന്ന് വിളിക്കുന്നത്. നേരത്തെ നിശ്ചയിച്ച ഏതോ ഒരു പരിപാടി മാറ്റിവെച്ചിട്ട് കൂടിയാണ് അല്ലെ, അതിലേതോ ഒരു കലാപരിപാടി മാറ്റിവെച്ചിട്ടാണ് അഫ്രീദിയെ ക്ഷണിച്ചത്. അവിടെ നടന്നുകൊണ്ടിരിക്കുക ഒരു പരിപാടി, അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വേദിയിൽ കലാകാരന്മാരെ ബഹുമാനിക്കുക എന്നൊരു കാര്യമില്ലേ? അപ്പോൾ അവിടെ വേദിയിൽ ചണ്ടക്കാരും മറ്റു കാര്യങ്ങളും എല്ലാം ഉള്ളപ്പോൾ അതിനെ പോസ് ചെയ്തിട്ടാണ് ഇദ്ദേഹത്തിനെ കൊണ്ടുവരുന്നത്. നമ്മൾ സാധാരണ അത് ഇവിടെ ചെയ്യുക, ഏറ്റവും വലിയ ഗസ്റ്റ് ആയിരുന്ന സമയത്ത് പോലും സാധാരണ അങ്ങനെ ഒരു കലാരൂപം നടക്കുന്നതിനെ നിർത്താറില്ല. ഇനി രണ്ട്, ഇയാൾ അവിടേക്ക് വരുന്നതിന് ഇവർ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ മഞ്ജുഷ്? we would like to categorically state that no member of our organizing team, ഞങ്ങളുടെ ഓർഗനൈസിംഗ് ടീമിൽ നിന്ന് ആരും ഇതിൽ പോയിട്ടില്ല, ഒഫീഷ്യൽസ് ഔദ്യോഗിക ചുമതലയുള്ളവരില്ല, ആലുമിനി മെമ്പേഴ്സ് അതായത് ഞങ്ങളുടെ അംഗങ്ങളുമില്ല, ഇൻവൈറ്റഡ് ദം ഓർ കോർഡിനേറ്റഡ് ദെയർസ് അപ്പിയറൻസ്, കോർഡിനേറ്റ് ചെയ്തിട്ടുമില്ല എന്നാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അവിടെ നിന്ന് ഈ വഴിയിൽ കൂടി രാഹുൽ പേര് പറയാത്ത ഒരാളാണല്ലോ ഈ വിളിച്ചോണ്ട് വരുന്നത്, അഷർ ചെയ്തിട്ട് എസ്കോർട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് നേരെ നടത്തി അൺവെൽക്കം ആയിട്ടുള്ള ഒരു ഗസ്റ്റിനെ, അൺസോളിസിറ്റഡ് ആയിട്ടുള്ള ഒരു ഗസ്റ്റിനെ, അൺഅനൗൺസ്ഡ് ആയിട്ടുള്ള ഒരു ഗസ്റ്റിനെ കൊണ്ടുവന്ന് സ്റ്റേജിൽ കൊണ്ടുവന്നു. സ്റ്റേജിൽ കൊണ്ടുപോകുന്ന സമയത്ത് ആർക്കെങ്കിലും എതിർപ്പ് കണ്ടോ? ഒരാൾക്ക് നിങ്ങൾ എതിർപ്പ് കണ്ടോ? ഇല്ല. പകരം എന്താ? ചിയേഴ്സ് ആണ്, ബൂം ബൂം, അഫ്രീദിയുടെ പഴയ വിളിപ്പേരാണ്, അതെല്ലാം വിളിച്ചുകൊണ്ട് ചെയ്യുന്നു. എന്ന് വെച്ചാൽ അവിടെയുള്ള ആൾക്കാർക്ക് അദ്ദേഹം അവിടെ വരുന്നത് അക്സെപ്റ്റബിൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലാനിന്റെ ആ ഡിസൈനിന്റെ ഭാഗമാണ്. അങ്ങനെയല്ല എങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് എനിക്ക് സ്വന്തമായിട്ട് വിവാദം ഉണ്ടാക്കാവുന്ന ഒരു തീരുമാനമെടുക്കുന്നു? അഫ്രീദിയുടെ നിലപാടുകൾ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ, മെയ് 17-ാം തീയതി പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ച് അദ്ദേഹം കണ്ട് അതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് അദ്ദേഹത്തിന് എന്തോ ഒരു പലകയൊക്കെ പൊതിഞ്ഞ് കൊടുത്തതാണ് ഉപഹാരം എന്ന നിലയ്ക്ക്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അത് എന്തിനാണ് റിപ്പോർട്ട് ചെയ്തതാണ്, വൈഡ്ലി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പഹൽഗാം അറ്റാക്കിന് ശേഷം ഈ ഓപ്പറേഷൻ സിന്ദൂറും അവരുടെ ഈ ഓപ്പറേഷൻ ബെന്യാമിൻ മർസൂസ് എന്ന് പറഞ്ഞിട്ട് അതും കൂടി നടക്കുന്ന സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്തു എന്നതിന്റെ പേരിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആദരിക്കാനായിട്ട് വിളിച്ച് കൂടിക്കാഴ്ച നടത്തിയ പോയ സാധനമാണ്. ഇനി പാകിസ്ഥാനിൽ ഇതുകൊണ്ടുണ്ടായ വ്യത്യാസം എന്താ? ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണം നൽകിയെന്നാണ് പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്ന് വെച്ചാൽ തുടർച്ചയായി ഇന്ത്യ വിരുദ്ധത പറയുന്ന, ഇന്ത്യയെ പരാജയപ്പെടുത്തി എന്ന് പറഞ്ഞ് പാകിസ്ഥാനിൽ വിക്ടറി പരേഡ് നടത്തുന്ന, കാശ്മീരിന്റെ ആസാദിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വ്യക്തിയെ ഒരു ഇന്ത്യൻ എക്സ്പാറ്റ്സിന്റെ ഗ്രൂപ്പ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ആദരിച്ചു വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കയ്യടിയാണ്. ഈ ജിയോ ന്യൂസ് പറഞ്ഞിരിക്കുന്ന ഒരു റിപ്പോർട്ടിന്റെ ഒരു വരി ഞാനൊന്ന് വായിക്കാൻ മഞ്ജുഷ്. ഇങ്ങനെയാണ്: ദ ഈവന്റ് ടേൺഡ് ഇൻ ടു എ മെമ്മറബിൾ ഡിസ്പ്ലേ ഓഫ് യൂണിറ്റി with both Pakistani and Indian attendees taking photos. ഒന്ന് നോക്കി, with both Pakistani and Indian attendees, ഗസ്റ്റ് അല്ല, പാകിസ്ഥാനി അറ്റൻഡീസ് ഇതിലുണ്ടായിരുന്നു എന്നാണ് ജിയോ ന്യൂസ് പറയുന്നത്. ആൻഡ് വാംലി ഷേക്കിംഗ് ഹാൻഡ്സ് വിത്ത് അഫ്രീദി. ആര്? പാകിസ്ഥാനി അറ്റൻഡീസും ഇന്ത്യൻ അറ്റൻഡീസും വാംലി ഷേക്കിംഗ് ഹാൻഡ്സ് വിത്ത് അഫ്രീദി ആൻഡ് ഫോർമർ പാകിസ്ഥാനി ഫാസ്റ്റ് ബോളർ ഉമർ ഗുൽ, ഹു വാസ് ഓൾസോ ഇൻവൈറ്റഡ് ടു ദി ഈവന്റ്. ക്ഷണിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്ഷണം എന്ന് പറയുന്നത് 10 ദിവസം മുമ്പേ ആകാം. നിങ്ങൾക്ക് അന്നേരം ഒരുപക്ഷെ ബ്രോഷർ അടിച്ച് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പരിപാടി തന്നെ നടക്കാൻ പറ്റില്ല. അന്നേരം ചെയ്യാം, അനൗൺസ് ചെയ്യാതെ നിങ്ങൾക്ക് ചെയ്യാം. എന്തായാലും നിങ്ങൾ ഒരാളിനെ ക്ഷണിക്കാതെ പാകിസ്ഥാന്റെ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ
ഇവിടെ വലിഞ്ഞു കയറി വരുമെന്നോ അല്ലെങ്കിൽ അത്രത്തോളം വലിയ ഇത് ഐക്യരാഷ്ട്ര സംഘടനയുടെ മീറ്റിംഗ് ഒന്നും അല്ലല്ലോ നടക്കുന്നതാണോ? കൊച്ചിയിൽ ഏതോ കാലത്ത് പഠിച്ചിരുന്ന ക്യുസാറ്റിൽ പഠിച്ചിരുന്ന കുറച്ച് ബിടെക്കുകാർ അവിടെ പോയി താമസിക്കുന്നു, അവരുടെ പരിപാടിയാണ്. അതും ഇത് കഴിഞ്ഞ തവണ നടത്തി, രണ്ടാമത്തെ തവണ നടത്തുന്നു എന്നാണോ മനസ്സിലാക്കുന്നത്. ഇനി എത്രാമത്തെ തവണ ആയിക്കോട്ടെ, എന്തായാലും അഫ്രീദിയുടെ റഡാറിൽ വരുന്ന ഒരു പരിപാടിയല്ലല്ലോ, അങ്ങനെ പോകേണ്ടുന്ന ഒരു പരിപാടിയല്ലല്ലോ. എന്ന് വെച്ചാൽ അഫ്രീദിയെ ഇവിടെ പങ്കെടുപ്പിച്ചിരിക്കുന്നതിനകത്തിൽ ഗുരുതരമായ പ്രശ്നമുണ്ട്. എന്നിട്ട് അവസാനം രക്ഷപ്പെടാനായിട്ട് ഇവരുടെ ഈ വിശദീകരണക്കുറിപ്പിന്റെ അവസാനം പറഞ്ഞിരിക്കുന്ന ഒരു ലൈൻ ഉണ്ട്. അതാണ് എനിക്ക് ഏറ്റവും തമാശ തോന്നിയത്. വി റിമെയിൻ കമ്മിറ്റഡ് ടു മെയിൻറ്റെയിനിങ് ദ കൾച്ചറൽ ആൻഡ് ഇൻക്ലൂസീവ് സ്പിരിറ്റ് ഓഫ് അവർ കൺട്രി. നമ്മുടെ രാജ്യം എല്ലാവരെയും ഇൻക്ലൂസീവായിട്ടാണ് കാണുന്നത് എന്നുള്ള ആ ഒരു പ്രതിബദ്ധതയിൽ ഞങ്ങൾ ഉറപ്പായിട്ട് വിശ്വസിക്കുകയാണെന്ന്. ഏത് പ്രതിബദ്ധത? നമ്മുടെ നാട്ടിലേക്ക് ആളെ അയച്ച് ഇവിടെയുള്ള ആൾക്കാരോട് കലിമ പറഞ്ഞിട്ട് അവരോട് അത് ചൊല്ലിയതിനു ശേഷം മതം ചോദിച്ചിട്ട് കൊന്നിട്ട് അങ്ങനെ തിരിച്ചു പോന്നിരിക്കുന്ന ആൾക്കാർ, അതിനെ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരോട് ഞങ്ങൾ അങ്ങ് ഭയങ്കര ഇൻക്ലൂസിവിറ്റി കാണിക്കണമെന്നാണോ പറയുന്നത്? ഇല്ല, അതിൽ കുറച്ചുള്ള കൾച്ചറൽ ഇൻക്ലൂസിവിറ്റി ഒക്കെ നമ്മുടെ രാജ്യത്തിനുള്ളൂ. ജിയോ ന്യൂസിനെ പോലെയുള്ള പാക് മാധ്യമങ്ങൾ വളരെയധികം പ്രചാരണമാണ് ഇതിന് നൽകിയിരിക്കുന്നത്. അതിൽ ടൈറ്റിൽ തന്നെ ഇങ്ങനെയാണ്: ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഗീവ്സ് വാം വെൽക്കം ടു ഷാഹിദ് അഫ്രീദി ഇൻ ദുബായ് എന്നുള്ളതാണ്. അതായത് ഈ മലയാളി സംഘടന ചെയ്ത കൊള്ളരുതായ്മയ്ക്ക്, അത് രാഹുൽ ഈശ്വരന്റെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ അറിവില്ലായ്മ, അങ്ങനെയാണല്ലോ, പാവങ്ങൾ എന്നാണ് ഇപ്പോഴും വിശേഷിപ്പിക്കുന്നത് രാഹുൽ ഈശ്വർ. അതിന് പാക് മാധ്യമങ്ങൾ നൽകുന്ന പ്രചാരണമാണിത്. നേരത്തെ ഓപ്പറേഷൻ സിന്ദൂരിന് മുൻപും അതിനുശേഷവും ഇതേ രീതിയിലുള്ള പ്രചാരണങ്ങൾ പാകിസ്ഥാൻ നടത്തിയത് ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള ഈ ഒറ്റുകാരുടെ ഓരോ ട്വീറ്റുകളും സോഷ്യൽ മീഡിയയിലെ മറ്റ് സന്ദേശങ്ങളും വെച്ചുകൊണ്ടായിരുന്നു. ശ്രീ മഞ്ജുഷ്, രാഹുൽ ഈശ്വറിന്റെ മറ്റൊരു സ്റ്റേറ്റ്മെന്റും കൂടെ ഇപ്പൊ തൊട്ട് മുമ്പ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞായിരുന്നു, അതിൽ ഹിന്ദു നാമധാരികൾ എന്ന് പറഞ്ഞത് മുസ്ലിം അല്ല എന്ന് സ്ഥാപിക്കാനാണെന്ന്. അപ്പൊ എന്ന് പറഞ്ഞാൽ രാഹുൽ ഈശ്വർ അവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് മുസ്ലിമുകൾ മാത്രമാണ് ദേശവിരുദ്ധര് എന്നാണോ എന്നെനിക്കറിയില്ല. കാരണം നമ്മളിപ്പോ ഇതിന്റെ ഒരു ഹിസ്റ്ററി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദേശവിരുദ്ധതയ്ക്ക് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഒന്നുമില്ല. ദേശവിരുദ്ധത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആശയപരമായിട്ട് വരാം, പണത്തിന് വേണ്ടിയാകാം, മറ്റെന്തിനു വേണ്ടിയാകാം. ഇപ്പൊ അടുത്ത കാലത്തൊരു യൂട്യൂബർ ജ്യോതി മൽഹോത്രയുടെ കേസ് നമ്മൾ വളരെയധികം പ്രമാദമായ ഒരു കേസാണ്. അപ്പൊ ഈ കേസ് അവരുടെ മതം വെച്ചിട്ടാണോ, അവരുടെ ഐഡിയോളജി വെച്ചിട്ടാണോ, അത് കാശിന് വേണ്ടിയല്ല മറ്റെന്തിനു വേണ്ടിയാണെന്നുള്ളത് നമുക്കറിയാം. ഒരു വർഷം മുന്നേ ഇത് നോട്ട് ചെയ്തിട്ട്, ഇവരുടെ പോക്ക് ശരിയല്ല എന്ന് നോട്ട് ചെയ്തിട്ട് NIAക്ക് എഴുതിയ ആൾക്കാരുണ്ട്. ഈ വാർത്തകളൊക്കെ വെളിയിൽ വരുന്നുണ്ട്. NIA പക്ഷെ അതിനെക്കുറിച്ച് ആക്ഷൻ ഒന്നും എടുത്തില്ല. ഞാനും പല ഇൻസിഡൻസും NIAക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പായിട്ട്. പക്ഷേ അവർ ആക്ഷൻ എടുത്തോ ഇല്ല, അവർ റെസ്പോണ്ട് പോലും ചെയ്യില്ല. അങ്ങനെ ഒരു ഉപകാരമുണ്ട് അവരെ കൊണ്ട് ഏതായാലും. അതുപോലെ ഇന്നലെയല്ലേ മഞ്ജുഷെ ഒരു രവീന്ദ്ര മുരളീധർ വർമ്മനെ മുംബൈ ATS പൊക്കിയത്? അതായത് ഇയാളൊരു ജൂനിയർ എഞ്ചിനീയർ ആണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ പാവം, ഒന്നും അറിയത്തില്ലാത്ത 27 വയസ്സേ ഉള്ളൂ. അപ്പൊ വെറും പാവമാണ്. ഒരു പ്രൈവറ്റ് ഡിഫൻസ് ഫേമിലാണ് വർക്ക് ചെയ്യുന്നത് മുംബൈയിൽ. ഈ പ്രൈവറ്റ് ഡിഫൻസ് ഫേം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ നേവിയുടെ ഷിപ്പുകളും അന്തർവാഹിനികളും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ഒരു സബ് കോൺട്രാക്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇയാളെ പൊക്കി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ 14 ഷിപ്പുകളുടെയും അന്തർവാഹിനികളുടെയും ഡ്രോയിങ് അടക്കം പാകിസ്ഥാന് കൈമാറി. അതും 6 പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓഫീസേഴ്സിനാണ് കൈമാറിയിരിക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാനായിട്ട് പോയി കഴിയുമ്പോൾ ഒരു മനുഷ്യന് പോലും മൊബൈൽ ഫോൺ അലൗഡ് അല്ല. അത് കംപ്ലീറ്റ്ലി ചെക്ക് ചെയ്തിട്ട് ഇവരെ അകത്ത് കയറ്റുള്ളൂ. പാവം, ഒന്നും അറിയാത്ത ഈ പാവം 27 വയസ്സുള്ള എഞ്ചിനീയർ അവിടുത്തെ ഡ്രോയിങ്സ് എല്ലാം, എക്സ്ക്യൂസ് മീ പ്ലീസ് ഡോണ്ട് ഇന്റർഫിയർ, അവിടെ ചെന്നിട്ട് ഈ ഡ്രോയിങ്സ് എല്ലാം മനഃപ്പാഠമാക്കി വെളിയിൽ വന്ന് ഇത് വരച്ചിട്ട് ഇത് പാകിസ്ഥാനിലേക്ക് അയച്ചു കൊടുക്കുകയത്. 6 ഇന്റലിജൻസ് ഓഫീസേഴ്സിനാണ് അയച്ചു കൊടുത്തിരിക്കുന്നത്. ഈ വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യയും എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇത് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഇന്നലെ മിനിഞ്ഞാന്നാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇവിടെ ഹണി ട്രാപ്പാണ് നടന്നിരിക്കുന്നതെന്നാണ് ആദ്യമായിട്ടുള്ള ഒരു അനുമാനം. അപ്പൊ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോ നമ്മൾ ഇതെല്ലാം രാജ്യദ്രോഹമാണല്ലോ. ഇതുപോലെയുള്ള ആളുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനൊക്കെ മിലിറ്ററിയിൽ വർക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് അന്ന് മിലിറ്ററി ലോയും ബാധകമായിരുന്നു, എയർഫോഴ്സ് ലോ ബാധകമാണ്, മിലിറ്ററി ലോ ബാധകമാണ്, പിന്നെ ഇന്ത്യൻ സിവിൽ ലോയും ബാധകമാണ്. പക്ഷെ മറ്റുള്ളവർക്കെന്ന് പറഞ്ഞാൽ സിവിൽ ലോ മാത്രമേ ബാധകമായിട്ടുള്ളൂ. അതിൽ ഒരുപാട് പഴുതുമുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള ക്രൂഷ്യലായിട്ടുള്ള ഡിഫൻസ് ഫേമിലോ അല്ലെങ്കിൽ ഓർഗനൈസേഷനിലോ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട, രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു ഇതിൽ വർക്ക് ചെയ്യുന്നവർക്കും മിലിറ്ററി ലോയും കൂടെ ബാധകമാക്കി ഇവരെ അതനുസരിച്ചിട്ട് ട്രൈ ചെയ്തിട്ട് വേണം അതിനുള്ള പണിഷ്മെന്റ് കൊടുക്കാനായിട്ട്. എസ്പിയോണേജിന്റെ പണിഷ്മെന്റ് എന്താണെന്നുള്ളത് നമുക്കറിയാം. ജീവപര്യന്തം തടവ് വരെയോ വധശിക്ഷ വരെയോ കൊടുക്കാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഇവരെ മിലിറ്ററി ലോയുടെ കീഴിൽ കൊണ്ടുവന്ന് ട്രൈ ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ദുബൈയിലെ എഞ്ചിനീയേഴ്സിന്റെ കാര്യമല്ലേ ഞാൻ ഈ പറയുന്നത്. ഇതുപോലെയുള്ള സ്പൈ സ്കാൻഡൽസ് കണ്ടമാനം നടക്കുന്നുണ്ട് പാകിസ്ഥാന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ സ്പൈയിങ് മാത്രമല്ല,
ഇതുപോലെ ഇപ്പൊ നമ്മുടെ ഈ ജ്യോതി മൽഹോത്രയുടെ കേസ് എടുത്താൽ തന്നെ ഇവര് ഒരു പ്രോ പാകിസ്ഥാനി സിമ്പത്തൈസർ ആയിരുന്നു. അവർ കാണിച്ചത് മുഴുവൻ പാകിസ്ഥാന് വേണ്ടിയിട്ടുള്ള ഇവിടുത്തെ വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്ന ഒരു സംഭവമാണ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞ പോലെ ഇവരുമായിട്ട് കോണ്ടാക്ട് വെക്കുന്നതും ഇന്ത്യക്ക് അനഭിമതരായിട്ടുള്ള പാകിസ്ഥാനികളെ നമ്മൾ തലയിൽ കൊണ്ട് നടക്കുന്നതും അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതും അവർക്ക് നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നതും എല്ലാം ഇന്ത്യയിൽ ഒരുപാട് നിയമനിർമ്മാണങ്ങൾ ഇനി നടത്താൻ ബാക്കിയുണ്ട്. ഇവിടെ മറ്റൊരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യത്തെ സംഭവമല്ല. നമ്മുടെ ഇവിടുത്തെ പല രാഷ്ട്രീയക്കാരും ഇപ്പൊ ജോർജ് സോറോസിന്റെ ഒക്കെ ഏജന്റുമാരായിട്ട് എന്ന് നമ്മളെല്ലാം ഒരുപക്ഷെ സംശയിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പലരെയും ആരോപിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഈ നിയമസംഹിതയുടെ അകത്തെ ഈ ഒരു പാളിച്ച കാരണമാണ് ഇവരെ ഒന്നും ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് ട്രൈ ചെയ്യാനോ ഒന്നും പറ്റാത്തത്. അങ്ങനെയുള്ള ആളുകളുടെ സ്റ്റേറ്റ്മെന്റ്സ് പല പ്രാവശ്യമായിട്ട് പാകിസ്ഥാന്റെ പാർലമെന്റിലും പാകിസ്ഥാനുകൾ UN-ലും ഇന്ത്യക്കെതിരായിട്ട്, അതായത് അവരുടെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്ന് സമർത്ഥിക്കാനായിട്ട് പലതവണ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ എക്സാമ്പിൾസ് എല്ലാം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഇവർ ഈ ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ക്യൂബ എന്ന് പറയുന്ന ഈ ഒന്നും അറിയാത്ത പാവം പിടിച്ച പിള്ളേരെന്ന് പറയുന്ന ഈ രാജ്യദ്രോഹികൾ എന്നുള്ള വാക്ക് വളരെ സ്പഷ്ടമായിട്ട് ഉപയോഗിക്കും ചെയ്തിരിക്കുന്നത്. ഇത് പാകിസ്ഥാന് അവർ ഓപ്പർച്യൂണിറ്റി കൊടുത്തിരിക്കുകയാണ് ഇന്ത്യക്കെതിരെ. കാരണം ഇന്ത്യയുടെ ഇന്ന് പല സംഘങ്ങളായിട്ട് ഞാൻ ഈ പറഞ്ഞ ഐഡിയോളജിയുടെ ഭാഗമാണ്, മതത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നല്ലോ. ഒരു കൗണ്ടർ ആർഗ്യുമെന്റ് ഞാൻ പറയാം. അസദുദ്ദീൻ ഒവൈസി ഇന്ന് എന്താണ് ഗൾഫ് രാജ്യങ്ങളിൽ നടന്നിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് പറയുന്നത്? പാകിസ്ഥാനെ ചവിട്ടി തേക്കല്ലേ ചെയ്യുന്നത്. ഇനി ഐഡിയോളജിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോൺ ബ്രിട്ടാസ് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി ഉള്ള ഒരു മനുഷ്യനാണ്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം രാജ്യദ്രോഹികളാണോ? അല്ല. ജോൺ ബ്രിട്ടാസിന്റെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് ഒന്ന് തൊഴുതു. ശശി തരൂർ ഓപ്പോസിഷൻ പാർട്ടിയുടെ ഒരു ഇന്ത്യയിലെ ലീഡിംഗ് ഓപ്പോസിഷൻ പാർട്ടിയുടെ വക്താവാണ്. അവിടെ ചെന്നിട്ട് ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്ന എന്താണ്? അപ്പൊ ഈ രാജ്യസ്നേഹം രാജ്യദ്രോഹം എന്ന് പറയുന്നത് ഐഡിയോളജിയോ മതവും കൊണ്ട് വരുന്നതല്ല. ഇത് ചിലവരുടെ DNA ഉള്ളതാണ്, ജന്മനാ ഉള്ളതാണ്. അത് പറിച്ച് കളയണം. ഇപ്പൊ ബ്രെയിൻ സർജറി എന്ന് പറയുന്നത് മെമ്മറി സർജറി എന്ന് പറഞ്ഞ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഒന്നിൽ ഇവരെല്ലാം മെമ്മറി സർജറി ചെയ്തിട്ട് അതിനെല്ലാം ഈ ബാഡ് മെമ്മറീസിനെ ഇറേസ് ചെയ്ത് കളയണം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിയമം വെച്ച് ഇവരെ ട്രൈ ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ശ്രീ മോഹൻ ബഗീസ്, വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ, തൊഴിലെടുക്കാൻ പോകുമ്പോൾ രാജ്യവുമായിട്ടുള്ള ആ ബന്ധം നഷ്ടപ്പെടുന്നു എന്ന കാര്യം കൂടി ഉണ്ടല്ലോ. അതുകൊണ്ട് രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നതെന്നും രാജ്യം എന്താണ് ഇപ്പോൾ നയതന്ത്രപരമായി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അറിയാത്ത കുറെ ആളുകൾ ഇല്ലേ, അതാണ് രാജ്യവിരുദ്ധമായ പ്രവർത്തനം നടത്തുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതാണ് തികച്ചും അപ്രതീക്ഷിതവും ആകസ്മികവുമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന് പുറമേ തോന്നാം. പക്ഷേ ഇതിനുള്ളിൽ ഒരു അന്തകവിത്ത് ഉണ്ടോ എന്നതാണ് ഇവിടെ ആലോചിക്കേണ്ട കാര്യം. അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള സംഘടനകളിലേക്ക് നുഴഞ്ഞു കയറി അലുമിനി അസോസിയേഷൻ പോലെയുള്ള വിദേശത്ത് പ്രവർത്തിക്കുന്ന പ്രവാസി സംഘടനകളിലേക്ക് നുഴഞ്ഞു കയറി അവിടെ ചെന്ന് ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട് എങ്കിൽ പ്രവാസി ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം കണ്ണു തുറക്കേണ്ട ഒരു സമയമാണ്. കാരണം പ്രവാസി ഭാരതീയർ തീർച്ചയായും ഭാരതവുമായി ഒരു പുക്കിൾക്കൊടി ബന്ധം സൂക്ഷിക്കുന്നവരാണ്. പലരും ഇന്ത്യൻ പൗരന്മാരാണ്, പലരും മറ്റ് രാജ്യങ്ങളുടെ പൗരത്വമെടുത്തവരാണ്. അപ്പോൾ ഇന്ത്യൻ ഡയസ്പോറ ലോകത്തെ ഏറ്റവും വലിയ ഡയസ്പോറയാണ് മഞ്ജുഷ്. ആ ഡയസ്പോറ നമ്മുടെ സോഫ്റ്റ് പവറിൻ്റെ അടിസ്ഥാനവുമാണ്. അങ്ങനെയുള്ള ഡയസ്പോറയിലെ ചില പുഴുക്കുത്തുകളെങ്കിലും ഉണ്ട് എങ്കിൽ അത് രാജ്യദ്രോഹപരമായി അവരുടെ ചില നിലപാടുകൾ വരുന്നുവെങ്കിൽ അൺഫോർച്ചുനേറ്റ് ആണ്. ഇതൊരു ട്രാക്ക് ടു ഡിപ്ലോമസിയുടെ ഒരു ഭാഗം കൂടിയാണെന്ന് ഓർക്കണം. ഇത് ക്രിക്കറ്റ് താരങ്ങളും ഇൻഡസ്ട്രി ക്യാപ്റ്റൻസും ഒക്കെയാണ് ട്രാക്ക് ടു നയതന്ത്രത്തിൻ്റെ ഏജൻസ്. അതൊരു പോസിറ്റീവായിട്ട് കാണാം. പക്ഷേ ഇവിടെ അതേ ക്രിക്കറ്റ് താരങ്ങൾ തന്നെ ഇന്ത്യയെ മോശമാക്കി വിദേശത്തെ അവതരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഈ ഏജൻസും അവർ തന്നെയാണ്. അപ്പോൾ അവരെ വിളിച്ചാനയിച്ച് ചെയ്യുമ്പോൾ അതിന് പിന്നിൽ ചില കുൽസിത ബുദ്ധികൾ ഈ സംഘടനയ്ക്കുള്ളിലേക്ക്, എല്ലാവരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവിടെ കൂടി ബൂം ബൂം എന്ന് പറഞ്ഞ് കൈയടിച്ച എല്ലാവരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പക്ഷേ അതിനകത്ത് സ്ഥാപിത താല്പര്യമുള്ള റാഡിക്കൽ മൈൻഡ് സെറ്റുള്ള ഇന്ത്യ വിരുദ്ധതയുള്ള ദേശവിരുദ്ധതയുള്ള ആളുകൾ അതിനകത്ത് നുഴഞ്ഞു കയറിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട സമയമാണിത്. അതുകൊണ്ട് ജാഗ്രതയോടുകൂടി നിൽക്കേണ്ട ഈ സമയത്താണ് ഇങ്ങനൊരു സംഭവം സംഭവിച്ചിരിക്കുന്നത്. അത് വളരെ വളരെ അൺഫോർച്ചുനേറ്റ് ആണ്. രഘുനാഥ് നായർ എന്താണ് ശ്രീ രഘുനാഥ് നായർ? രാഹുൽ സമയം തരാം, രാഹുൽ സമയം തരാം, ഒന്ന് അടങ്ങ്. രാഹുൽ ഒരു സെക്കൻഡ്, എന്താണ് രഘുനാഥ് നായർ? രാഹുൽ ഒന്ന് നിൽക്കട്ടെ, ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് പോലും എടുക്കില്ല. രാഹുല് അയ്യോ ഈശ്വരന് പോലെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റില്ലല്ലോ. ഏതായാലും ഒരു പോയിന്റ് പറയാം. ഒരുപാട് പേര് പറയുന്ന ഒരു ഇൻഫർമേഷൻ ആണ്
ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യയിലുള്ള വലിയ വലിയ കമ്പനികളിലും ഇന്ത്യക്ക് വെളിയിലുള്ള വലിയ വലിയ കമ്പനികളിലും മലയാളികളെ ക്രൂഷ്യൽ പൊസിഷനിലേക്ക് എടുക്കുന്നത് പലരും വേണ്ടാന്ന് വെക്കുകയാണ്. ഇങ്ങനെയുള്ള ആളുകളുടെ നടപടി കാരണം മലയാളിക്ക് കിട്ടുന്ന സമ്പാദ്യമാണ്. അത്രേ ഉള്ളൂ. ഇനി മഞ്ജുഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് കുറച്ചെങ്കിലും ഉളുപ്പും ധാർമ്മികതയും വേണ്ടേ? ഈ പാവപ്പെട്ട പ്രവാസികളുടെ കാര്യം പറയുമ്പോൾ ജ്യോതി മൽഹോത്ര 6 പേരെ എസ്പേണേജിന് ചെയ്തു. നമുക്ക് എന്തെങ്കിലും ഒരു മര്യാദയും മാന്യതയും വേണ്ടേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ മനുഷ്യരായിട്ട് നിന്ന് ഇന്ത്യക്കാരായി നിന്ന് ആലോചിച്ച് നോക്കണം. ഇതേ മനോഭാവമാണ് നേരത്തെ ഓർഗനൈസറിന്റെ കാര്യം പൊക്കിപ്പിടിച്ച് പറഞ്ഞല്ലോ. മോഹൻലാൽ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളുടെ കാശ് മേടിച്ചു ദുബായ് പോയെന്ന് പറഞ്ഞു രാവിലെ ആർട്ടിക്കിൾ ഇട്ടു, വൈറ്റ് ആയപ്പം ബാക്ക്ലാഷ് കൊണ്ട് പിൻവലിച്ചു. അതാണ് ഓർഗനൈസർ. അതായത് മോഹൻലാൽ, നമ്മുടെ മഹാനായ മോഹൻലാൽ പോലും ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളുടെ ചട്ടുകമാണെന്ന് പറയുന്ന, കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്ക് പാകിസ്ഥാൻ ബന്ധമുണ്ടെന്നും തീവ്രവാദികളുടെ ബന്ധമുണ്ടെന്നും പറയുന്ന വേടനെതിരെ എന്നെ അന്വേഷണം വേണമെന്ന് പറയുന്നത് ഈ ഒരു ഗുമ്മിന് വേണ്ടി ദേശീയത പോരുത്. നമ്മുടെ നാഷണലിസം ഇൻക്ലൂസീവ് നാഷണലിസം ആണ്, എല്ലാരെയും ഉൾക്കൊള്ളുന്ന നാഷണലിസമാണ്. ഷഹീദ് അഫ്രീദിയെ ഉൾക്കൊള്ളുന്ന ഷഹീദ് അഫ്രീദിയെ കൊണ്ടുവരണ്ട. ഇൻക്ലൂസീവ് ആക്കിയത് ശ്രീജിത് ഭായ് അല്ല, നേരത്തെ രഘുസാർ പറഞ്ഞ ഒരു കാര്യം കൂടെ ഇനി ട്രൈ അതിനുള്ള മറുപടി പറയൂ. താങ്കൾ അതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? അല്ല, ഇൻക്ലൂസീവ് എന്ന് പറയുമ്പോൾ ആരെയൊക്കെ ഉൾപ്പെടുത്തണം? ഷഹീദ് അഫ്രീദി ഉണ്ടോ? രാഹുൽ ഷഹീദ് അഫ്രീദിയെ കൊണ്ടുവന്നാൽ ശരിയാണോ അല്ലയോ? അയ്യോ, കൊണ്ടുവന്നത് ആ വ്യക്തികൾ യാതൊരു കരുതിക്കൂട്ടലില്ലാതെ ചെയ്തതല്ലേ? അല്ല, അതല്ല ചോദ്യം. കൊണ്ടുവന്നത് തെറ്റോ ശരിയോ? ഷാഹിദ് അഫ്രീദിയെ കൊണ്ടുവന്നതിന്റെ പിന്നിൽ ഗൂഢാലോചനയൊന്നുമില്ല. അവർക്ക് രാഹുൽ, എന്റെ ചോദ്യം അതല്ലല്ലോ. അതല്ലേ പറഞ്ഞത്. ഷാഹിദ് അഫ്രീദിയെ കൊണ്ടുവന്നത് ശരിയോ തെറ്റോ? അയ്യോ, ഒരു സംശയവുമില്ല. ഷാഹിദ് അഫ്രീദിയെ വിളിച്ചത് അവർക്ക് തെറ്റ് പറ്റിയതാണ്. അവർ പ്രത്യേകിച്ച് അത് തെറ്റല്ലല്ലോ. അത് തെറ്റാണെന്ന് രാഹുൽ എങ്ങനെ അസ്യൂം ചെയ്യുന്നേ? ഇങ്ങനെ അസ്യൂം ചെയ്യും. അതിന് പിന്നിൽ ഗൂഢാലോചന ഇല്ലെന്ന് രാഹുൽ എങ്ങനെ ഉറപ്പിക്കുന്നു? ശ്രീജിത് പണിക്കർജി എങ്ങനെ ഉറപ്പിക്കുന്നു? ഇനി ഒരു പെരുമാറ്റം രാഹുലിന് അടുത്ത ബന്ധമുള്ള ഒരു സംഘടനയാണ്, അതുകൊണ്ടാണ് രാഹുൽ ആ സംഘടനയുമായിട്ട് അടുത്ത ബന്ധം താങ്കൾക്കുണ്ടല്ലേ? ആ സംഘടനയുമായി അയാൾക്ക് എന്ത് ബന്ധം? ആ ചെയ്ത ആൾക്കാരുമായിട്ട് ബന്ധം വെച്ച് പറഞ്ഞു. ഒരു വരി കൂടി, ഇനി നേരത്തെ പറഞ്ഞ തീവ്രവാദികളെ രാജ്യദ്രോഹികളെയും ട്രൈ ചെയ്യണം. ആ രാജ്യദ്രോഹി ആരാന്നറിയാമോ? സോഫിയ ഖുറേഷി തീവ്രവാദികളുടെ സഹോദരിയാന്ന് പറയുന്ന വിജേഷ, അയാളെയാണ് ട്രൈ ചെയ്യേണ്ടത്. മഹാത്മാഗാന്ധിയെ വെടിവെച്ചു വന്ന ഗോഡ്സെ, അവരാണ് തീവ്രവാദി. അല്ലാതെ ഈ നാട്ടിൽ കാണുന്ന എല്ലാരെയും നമുക്ക് ഷഹീദ് അഫ്രീദിക്ക് ഭാരതരത്ന വർണ്ണം കൊടുക്കും. എന്നാ വേണ്ട, സോഫിയ ഖുറേഷിയെ ചീത്ത വിളിച്ച വിജേഷായ്ക്ക് ഭാരതരത്ന കൊടുക്കാം. വേണ്ട, ഇങ്ങനെ കൊടുക്കാം. ഷഹീദ് അഫ്രീദിക്ക് കൊടുക്കാം. വിജയ് ഷായെ നമ്മൾ ആരും ന്യായീകരിക്കുന്നില്ലല്ലോ. വിജയ് ഷായെ ന്യായീകരിക്കുന്ന ഒരാൾ ഈ ചർച്ചയിലുണ്ടോ രാഹുൽ? വിജയ് ഷായെ ന്യായീകരിക്കുന്ന ഒരാളുണ്ടോ ഈ ചർച്ചയിൽ? ഷഹീദ് അഫ്രീദിയെ വിളിച്ചോണ്ട് പോകുന്ന ആൾക്കാരെ ന്യായീകരിക്കുന്ന ഒരാളുണ്ട് ഈ ചർച്ചയിൽ. അങ്ങനെ ഒരാളുണ്ട് ഈ ചർച്ചയിൽ. പക്ഷെ വിജയ് ഷായെ ന്യായീകരിക്കുന്ന ഒരാൾ ഇവിടെ ഇല്ലല്ലോ. അല്ല, അങ്ങനെ ന്യായീകരിക്കുന്ന ഈ ഷഹീദ് അഫ്രീദിയെ വിളിച്ചോണ്ട് പോയി സൽക്കരിച്ച് ആനയിച്ച ആളുകളെ ന്യായീകരിക്കുന്ന ഒരാളാണ് രാഹുൽ. മാറ്റില്ല, രാഹുൽ കൊണ്ടുവന്ന ആരെങ്കിലും ആദരിക്കുന്നുണ്ടെങ്കിൽ അവര് നിഷ്കളങ്കരും പാവപ്പെട്ടവരുമാണെന്ന് പറയുന്ന ആൾക്കാർക്ക് ഭാരതരത്നം രാഹുലാണ് ഇവിടെ സ്ട്രോമാൻ കൊണ്ടുവരുന്നത്. ഷഹീദ് അഫ്രീദിയെ കൊണ്ടുവന്ന കാര്യത്തിൽ സോഫിയ ഖുറേഷിയെ കൊണ്ടുവരുന്നതാണ് സ്ട്രോമാൻ. അതാണ് സ്ട്രോമാൻ. ജാഗ്രത കുറവൊന്നുമല്ല, ശുദ്ധ മര്യാദകേട്, ശുദ്ധ തെമ്മാടിത്തരം, ശുദ്ധ മര്യാദകേട്, ശുദ്ധ ഭാരതീയ വിരുദ്ധത, ശുദ്ധ തെമ്മാടിത്തരം. തെമ്മാടിത്തരം കാണിച്ചവനെ തെമ്മാടി എന്നല്ലാതെ അവനെ ഗോഡ്സെ എന്ന് മാത്രം വിളിച്ചിട്ട് കാര്യമില്ല. ഗോഡ്സെ എന്നോ ഗാന്ധി എന്നോ വിളിച്ചിട്ട് കാര്യമില്ല. ശുദ്ധ തെമ്മാടിത്തം കാണിച്ച ആൾക്കാരെ തെമ്മാടികൾ എന്ന് വിളിക്കണം, അല്ലാതെ മറ്റു പേര് വിളിക്കരുത്. അപ്പൊ യാതൊരു ഇതുമില്ല അവർക്ക്. അടുത്ത ഒരു സെലിബ്രിറ്റിയെ വിളിച്ചോണ്ട് വന്നു. ഒരു സെലിബ്രിറ്റി ഇന്ത്യക്കാർക്ക് സെലിബ്രിറ്റി അല്ല. കാശ്മീർ സ്വതന്ത്ര രാജ്യമാകണമെന്ന് പറയുന്നവൻ അയാൾ ദുബായ്ക്കാർക്ക് സെലിബ്രിറ്റി ആയിരിക്കും. രാഹുൽ, അയാൾ ദുബായ്ക്കാർക്കും പാകിസ്ഥാൻകാർക്കും സെലിബ്രിറ്റിയാണ്. ഇന്ത്യക്കാർക്ക് അയാൾ സെലിബ്രിറ്റി അല്ല. ഇന്ത്യക്കാർക്ക് അയാൾ സെലിബ്രിറ്റി അല്ല. അയാളുടെ ഐഡിയോളജി നമ്മുടേതല്ല. അയാൾ കാശ്മീർ സ്വതന്ത്ര രാജ്യമാകണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യം നമ്മുടെ ജനങ്ങളെ കൊല്ലുന്നു എന്നിട്ട് പാകിസ്ഥാനെ ആരോപിക്കുന്നു എന്ന് പറയുന്ന ഒരാളിനെ വിളിച്ചു വരുത്തി കൊടുത്തു വിടുന്നതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? രാഹുൽ, അത് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? ഗൂഢാലോചന അല്ലെങ്കിൽ അത് മറ്റെന്താണ്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ രാഹുൽ, ഞാൻ ഒരു കാര്യം ചോദിക്കാം. രാഹുൽ ഈശ്വർ ഇയാളെ ഇവിടെ കൊണ്ടുവന്നു. നമ്മൾ ഇയാളെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം അയാളെ പൊന്നാട അടിക്കുകയും അയാൾക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഒരു ചുണ്ടൻ വെള്ളം ഗിഫ്റ്റ് ചെയ്യുകയും ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇൻക്ലൂസീവ് ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഗൂഢാലോചന ഇല്ല. ഇയാൾ പൊട്ടി ഭൂമിയിൽ ഇങ്ങോട്ട് വീണതാണെന്ന് പറയാൻ പറ്റുമോ? മറുപടി യാതൊരു പ്രത്യേക ദുരുദ്ദേശവും ഇല്ലാതെ ഒരാൾ അപ്പുറത്ത് വന്നപ്പം നിഷ്കളങ്കരുടെ അസോസിയേഷനാണ്. ചർച്ച അവസാനിപ്പിക്കുകയാണ്. എന്ത് പറഞ്ഞാലും രാഹുൽ അത് അംഗീകരിക്കില്ല. അതാണ് രാഹുൽ അത് അംഗീകരിക്കില്ല. രാഹുലിന് താല്പര്യമുള്ള ഒരു സംഘടനയാണ് ഷാഹിദ് അഫ്രീദിയെ സ്വീകരിച്ച് ആനയിച്ചത്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഷാഹിദ് അഫ്രീദിക്ക് ദുബായിൽ സ്വീകരണം. മലയാളി സംഘടനയുടെ മറുപടി തൃപ്തികരമാണോ? തൃപ്തികരമാണെന്ന് 20% പ്രേക്ഷകർ മാത്രം, തൃപ്തികരമല്ലെന്ന് 76%. വേണ്ടിവരും അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.